ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൻ. എന്തൊക്കെയുണ്ട്? അങ്ങനെ യുണീക് ടോക്ക് 81ാമത്തെ ആഴ്ചയാണല്ലോ ഇന്ന്. കുറെ കാലമായി സ്ഥിരമായി കയറുന്ന ഒരാളെ കാണുന്നവിടെ ഷംന മാമിനാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു 34 അങ്ങനെ എങ്ങാണ്ട് ഒരു വർഷത്തിന് അടുത്തായി തുടങ്ങിയില്ല കാര്യം തുടങ്ങിയിട്ട്. എന്തായാലും ഒരു സന്തോഷം. 81 ആഴ്ചയായി നമ്മൾ ഓരോ ടോപ്പിക്കില് നമ്മളെ ക്ലാസ് എടുക്കാറുണ്ട്, ഓഫീസർ എടുക്കാറുണ്ട്, സ്റ്റുഡൻസ് എടുക്കാറുണ്ട്. നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത്. ഇതുവരെ അൽഹംദുലില്ലാ നമുക്ക് ഏത് ശനിയാഴ്ചയും ബ്ലോക്ക് ഒന്നും വന്നിട്ടില്ല, കൺസിസ്റ്റന്റ് ആയി പോകുന്നുണ്ട്. അടിപൊളി. ഇന്ന് കുറെ പുതിയ പേരുകളൊക്കെ കാണുന്നുണ്ട്. അമീൻ സർ, ഷെയർ സർ ഫസ്റ്റ് ടൈം ആണോ യൂണിക് ടോക്കിലുള്ള? ഞാൻ മുന്നേ കണ്ട് ഓർക്കുന്നില്ല, ഇപ്പൊ അതാണ്. ഹലോ. അതെ അതെ, ഫസ്റ്റ് ക്ലാസ് ആണ്. ആ, ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, സന്തോഷം. ഞാനും അഫ്സൽ സർ ആരൊന്നുമില്ല കേട്ടോ ക്ലാസ് എടുക്കുന്നത്. ഇവിടെ വീഡിയോ മോഡിൽ ഇരിക്കുന്ന ഒരാളുണ്ടല്ലോ. അതിന്റെ മുന്നേ നിങ്ങളെപ്പോലൊരു നിങ്ങൾ സ്റ്റുഡന്റ് ആയി വന്ന നിങ്ങളെപ്പോലെ ഇവിടെ ഇരുന്ന ക്ലാസ് ഫസ്റ്റ് ടൈം ആണ് അല്ലേ? ഓക്കെ, വെൽക്കം ടു യൂണിക് ടോക്ക്. എല്ലാ ആഴ്ചയും ഇതിലേക്ക് കേൾക്കാനൊക്കെ പറ്റട്ടെ. സാബിക്ക മാം നിങ്ങളെ പോലെ ഒരാളായി ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് ഇരുന്നതാണ്. ആള് നമ്മളെ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന മുന്നേ യുണിക് ടോക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിന് എൻക്വയറി നടത്തിയ സമയത്തൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹോപ്പ് വെക്കാം, നാളെ ഞാനും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് മേ ബി ക്ലാസ് എടുക്കാനൊക്കെ ഇല്ല. ഞാൻ കൂടുതലൊന്നും അതിനെ കുറിച്ച് പറയുന്നില്ല. അതിനു മുന്നേ ഇന്ന് അഫ്സൽ സാർ ഇല്ലേ സാറ്? ഇന്നൊരു ഫാമിലി ഗാദറിംഗിലുണ്ട്, തിരക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ എന്നും ചെയ്യാറുള്ള ഒരു സംഭവമാണ്. ആദ്യം പേരും നിങ്ങൾ കയറിയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറയും. സ്ഥലം ഒന്നെല്ലാവരും ടൈപ്പ് ചെയ്തിടണേ, തിരക്കൊന്നുമില്ലെങ്കിൽ. എവിടെ നിന്നാണ് കയറിയിട്ടുള്ളതെന്നുള്ള മറ്റേ മുറ തെറ്റിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. എല്ലാ വീക്കിലും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറില്ല. കാഞ്ഞിരപ്പള്ളി, എറണാകുളം, എറണാകുളം, മന്ന, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, ഷേർസർ, അബുദാബി, ജുമൈല മാം മലപ്പുറം, ഹസീന മാം തിരുവനന്തപുരം, ഇസ്ലാം മാം എറണാകുളം. ഓക്കെ ഓക്കെ. എറണാകുളത്ത് നിന്നും മലപ്പുറത്തു നിന്നും ഉണ്ട്. എന്നും കോഴിക്കോട് നിന്നാണ് കുറെ ആൾക്കാരെ കാണാറില്ല. ഇന്നും കോഴിക്കോട്ടേരെ കണ്ടില്ല. ഓ ഉണ്ട്, ഫോൺ ഉണ്ട്, കോഴിക്കോടിന്റെ മാനം കാത്തിക്കുന്നത്. എന്തായാലും സന്തോഷം. ഇന്ന് നമ്മൾ ഈ ടോപ്പിക് കൊടുത്തിട്ടുണ്ടായിരുന്നു മൈൻഡ്, ക്ലാരിറ്റി ആൻഡ് ഹ്യൂമൻ പെർസ്പെക്ഷൻ എന്നുള്ളായിരുന്നു. സോറി, റിയാലിറ്റി, മൈൻഡ് ആൻഡ് ഹ്യൂമൻ പെർസ്പെക്ഷൻ എന്നുള്ള നമുക്കൊക്കെ ലൈഫിൽ വരുന്ന ഒരു അവസ്ഥേനെ, അതായത് രണ്ട് രീതിക്ക് എടുക്കാൻ എല്ലാ അവസരങ്ങളും എന്ന് പറയാം. ഒന്നിനെ നമുക്ക് പഠിച്ചോ എന്ത് തന്നു കഴിഞ്ഞാലും പഠിച്ചോ എന്നെ മാത്രം പരീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിലൂടെ എനിക്കൊരു പാഠം ഉൾക്കൊള്ളാനുണ്ട്, ആ ഒരു രീതി ഉണ്ടല്ലോ. നമ്മൾ എടുക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക എന്നില്ല. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നുണ്ടാവാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ക്ലാസ് എടുക്കുന്നത് നമ്മളെ സാബിക്ക മാം ആണ്. സാബിക്ക മാം നമ്മളെ യുണീക്ക് എക്സ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമില് ഒരു ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു. ആളെ സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ ഈ ഒരു ഫീൽഡിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് കുറെ നോളജ് ഒക്കെ ഉള്ള ആളാണ് മാഷാഅല്ലാ. പിന്നെ ആളെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പറയല്, നമ്മളെ നിഷ്കളങ്കയിക്കാണ്ട് ടൂൾസ് ഒക്കെ ചെയ്യാൻ പറയൂലേ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ അല്ല, വേറെ സ്റ്റുഡൻസിനെ കാണുന്നുണ്ട് നിങ്ങളൊന്നും അങ്ങനെ അല്ല എന്നുള്ളതല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആളെ എന്നും ടൂള് വന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പൊ ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ എന്റെ കാരണം കൊണ്ട് ചെയ്തില്ല കേട്ടോ, അതിനോടൊരു നീതി പുലർത്തി ചെയ്യാന്ന് പറയൂലേ. നമ്മളൊക്കെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് 2 ദിവസം ഒരു ആവേശം ഉണ്ടാവും, പിന്നെ ഒരു 4 ദിവസം അത് ആ ഒരു ആവേശം കെടാണ്ട് ലൈഫിൽ കൊണ്ടെടുക്കുന്ന ആളാണ്. നിലനിർത്തി പോകാൻ പറ്റിയിട്ട് നമുക്ക് സ്ഥാപിക്കാൻ മാമിനും കൂടെ നിങ്ങൾ ഓരോരുത്തരെയും യൂണിറ്റ് ടോക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. 22 ആൾക്കാർ നിങ്ങൾ എല്ലാ തിരക്കും മാറ്റി വെച്ച് ഷെയർക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയാം പുറത്തൊക്കെ പണിയെടുക്കുമ്പോൾ നമുക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്താണ് ആവശ്യം ഉണ്ടാവാന്നില്ല. പക്ഷേ ആ ഒരു സമയം നിങ്ങൾ അടിപൊളിയാക്കാൻ വേണ്ടി നിങ്ങൾ ക്ലാസ്സിന് ഇരിക്കുകയാണ്. ഏറ്റവും അടിപൊളിയായി ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റട്ടെ ഇൻഷാ അല്ലാ. വേറെ തിരക്ക് ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നത്, തിരക്കിലൊന്നല്ല എങ്കിൽ വീഡിയോ മോഡൽ കേട്ടോ. പിന്നെ പറയാൻ വിട്ടൊരു 3 കാര്യങ്ങള്, ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടി ഇവിടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്കൊക്കെ കുറെ നോളജ് ഉണ്ട്, നമ്മളൊക്കെ അടിപൊളിയാണ്, നമ്മളൊക്കെ വലിയ മനുഷ്യന്മാരാണ്. ഇവിടെ വരുമ്പോൾ ഇനിയും എന്തൊക്കെയോ എനിക്ക് പഠിക്കാനുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, എന്നാലും എന്തൊക്കെയോ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ പഠിക്കാനുണ്ട്. ആ ഒരു രീതിക്ക് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആരെയും ജഡ്ജ്മെന്റിൽ അല്ലാണ്ട് ക്ലാസ് എടുക്കുന്നതും ക്ലാസ് കേൾക്കുന്ന നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. പഠിച്ചവരല്ലാത്തതുകൊണ്ട്, നമുക്കൊന്നും പെർഫെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തെറ്റുകളൊക്കെ പറ്റും. അതെങ്ങനെ സ്വീകരിക്കാം, ജഡ്ജ്മെന്റ് ഒന്നും അല്ലാണ്ട് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മളെ ഫ്രണ്ട് ഒരു കാര്യം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമല്ലോ, ആ ഒരു രീതിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടുന്ന് ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റും. എം ടി കപ്പായിട്ട് ഇരിക്കുകയാണെങ്കിൽ എല്ലാം നോളജ് ഉള്ള ഒരാളായിട്ടല്ല. ഇന്റർവ്യൂ ഞാൻ കുറച്ച് അധികം തന്നെ സമയം എടുത്തിട്ടുണ്ട്, സോറി. എന്തായാലും നിങ്ങൾ ഓരോരുത്തരെയും യൂണിക് ടോക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സെഷൻ എടുക്കാൻ വേണ്ടി സാധിക്കാൻ മാം ഇൻവൈറ്റ് ചെയ്യണം. With all hearted gratitude, Savika ma'am, welcome.
താങ്ക് യു സോ മച്ച് മിസ്ന. ഈ ഒരു വാം ഇൻട്രൊഡക്ഷന് താങ്ക് യു. പിന്നെ അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം നിങ്ങൾ ഇന്നിവിടെ ഈ ഒരു ടോപ്പിക് കണ്ടിട്ടുണ്ടാവും, റിയാലിറ്റി, മൈൻഡ് ആൻഡ് ഹ്യൂമൻ പെർസെപ്ഷൻ എന്നുള്ളതാണ്. അപ്പം ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ ചോദിച്ചാൽ അല്ല, നമ്മളെ മൈൻഡിനെ കുറിച്ചാണല്ലോ. പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആണോ ചോദിച്ചാൽ ചെറിയ തോതിലാണ്. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ചെറിയ തോതിൽ കോംപ്ലിക്കേറ്റഡ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ മൈൻഡ് ഇവിടെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മൈൻഡിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ മൈൻഡ് ഇവിടെ ഇട്ടൊന്ന് ഫോക്കസ് കൊടുക്കുക. പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, അതിനൊക്കെ അതിൻ്റെതായ വഴിയിൽ വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോക്കസ് കൊടുക്കുക. ഒരു 2 ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം റിയാലിറ്റി, മൈൻഡ്, ഹ്യൂമൻ പെർസെപ്ഷൻ. അപ്പം മനസ്സ്, മൈൻഡ് അറിഞ്ഞത് മനസ്സ്, റിയാലിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ പറയുന്ന ഈ യാഥാർത്ഥ്യം, അതുപോലെ ഹ്യൂമൻ പെർസെപ്ഷൻ, മനുഷ്യന്മാരെങ്ങനെയാണ് ഇതൊക്കെ പെർസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ മൈൻഡിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ് മനസ്സ്, എന്താണ് മനസ്സിന്റെ തലങ്ങള്, ഇതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എന്താണ് റിയാലിറ്റി, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് മിഥ്യ. നമ്മൾ ഈ കാണുന്ന ആക്ച്വൽ വേൾഡ് നമ്മൾ റിയാലിറ്റി എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി റിയാലിറ്റി ആണോ അല്ലയോ, അതോ ഇതൊക്കെ ഒരു മിഥ്യയാണോ, ഇതൊരു മായയാണോ, ഇത് നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഇങ്ങനെ നമ്മൾ അതൊന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കാം നമ്മളെല്ലാരും കൂടി. അപ്പം നമ്മൾ ഫസ്റ്റ് മൈൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാല്, മനസ്സ് എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ ഫസ്റ്റ് പണ്ടൊക്കെ സൈക്കോളജിയിൽ പറയും വാട്ട് ബ്രെയിൻസ് തിങ്സ് ദാറ്റ്സ് മൈൻഡ്. എന്താണോ നമ്മൾ ബ്രെയിന് ചിന്തിക്കുന്നത് അതാണ് മനസ്സെന്ന്. പക്ഷെ കേവലം ബ്രെയിന് ചിന്തിക്കുന്ന ഒരു ചിന്ത മാത്രമാണോ ശരിക്കും മനസ്സ്? ഒരു തോട്ട്, ഒരു തിങ്കിങ്, ഇത് മാത്രമാണോ ശരിക്കും മനസ്സ്? മനസ്സ് അത് മാത്രമല്ല, ഇതും കൂടി ഉൾക്കൊള്ളുന്നതാണ്. നമ്മളെ ചിന്തകൾ ഉൾക്കൊള്ളും, പക്ഷെ സെയിം ടൈം നമ്മുടെ ചിന്തകള്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ പാസ്റ്റ് മെമ്മറീസ്, നമ്മുടെ അവയർനെസ്, ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ മൈൻഡ് എന്ന് പറയുന്നത്. മൈൻഡിന് തന്നെ പല പല തലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ മൈൻഡിനെ പഠിച്ചു കഴിയുന്ന സമയത്ത് നമുക്ക് റിയാലിറ്റിനെ കുറിച്ച് ചെറിയൊരു അവബോധം കിട്ടും. ഈ റിയാലിറ്റിനെ കുറിച്ച് അവബോധം കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ പെർസെപ്ഷൻസ്, ഈ ഹ്യൂമൻ എന്ന് പറയുന്നത് നമ്മളാണല്ലോ, അപ്പൊ നമ്മുടെ ഈ പെർസെപ്ഷൻസിനും ഒരു മാറ്റം വരും. ഇത് മൂന്നും ഡിഫറെന്റ് ഒന്നല്ല, ഇതിങ്ങനെ ഒരു എല്ലാം കൂടെ ബ്ലെൻഡ് ആയി കിടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ജസ്റ്റ് മൈൻഡിനെ കുറിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ട് നോക്കുക. നമുക്കറിയാം ഈ ഒരു ടോപ്പിക്കിനെ ഇന്ന് ഒരു മണിക്കൂറോ ഒരു ദിവസമോ എത്ര എടുത്താലും അത് ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. കുറേ വർഷങ്ങൾ എടുക്കേണ്ടി വരും നമ്മൾ ഇതിനെക്കുറിച്ച് ശരിക്ക് മനസ്സിലാക്കണമെങ്കിൽ. പക്ഷെ നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ ചെറിയ നമ്മളൊരു ഒരു ഒരു എന്താ പറയാ, ഒരു ചെറിയ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനെ കുറിച്ചൊന്ന് നോക്കുന്നു. അപ്പം ശരിക്കും മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ആണ്, അല്ല സോഫ്റ്റ്വെയർ ആണ്. നമ്മളെ ബ്രെയിൻ ഒരു ഹാർഡ്വെയർ ആണെങ്കിൽ മൈൻഡ് ഒരു സോഫ്റ്റ്വെയർ ആണ്. ശരിക്കും നമ്മളെ ബ്രെയിനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ മൈൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ മൈൻഡിൽ തന്നെ നമ്മുടെ നമ്മളിപ്പം നിങ്ങളെല്ലാവരും ഇപ്പൊ ഇവിടെ എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ അതിന്റെ ഇരിക്കേണ്ടതായ രീതിയിൽ ഇരിക്കുന്നു ഓരോരുത്തരും. കാരണം നിങ്ങൾക്കറിയാം ഇതൊരു ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് അവെയർ ആണ്. ഇതിവിടെ ഇങ്ങനെ ഇരിക്കണം നിങ്ങൾക്കറിയാം. ഇതാണ് നമ്മൾ പറയുന്നത് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ്ലി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു, നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്യുന്നതാണ്. ഇത് നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. അപ്പം ഇത് പക്ഷേ വളരെ 5 to 10% മാത്രം നമ്മളിൽ വർക്കിംഗ് ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇതിന്റെ കപ്പാസിറ്റി ഉള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മൾ കോൺഷ്യസ്ലി ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ആക്ച്വലി നമ്മൾ ചില സമയങ്ങൾ കണ്ടിട്ടില്ല, നമ്മൾ വിചാരിച്ചതിനപ്പുറം പലതും നമ്മൾ ചെയ്തു പോകും. എന്റെ കൺട്രോൾ പോയി നമ്മൾ പറയും. ഞാൻ അങ്ങനെ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നു, ഞാൻ ഇങ്ങനെ തന്നെ പോവണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എന്തോ എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയും. അതേപോലെ നമ്മള് ചില കാര്യങ്ങൾ നമുക്ക് അതറിയാം. ഇപ്പം
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലവ് ഫെയിലിയർ ഉള്ള ഒരാൾക്ക് അറിയാം അത് ഇനി വർക്ക് ആവൂല, അല്ലെങ്കിൽ ഇത് പോയി ഈ ആൾ എന്നെ വിട്ടു പോയി എന്ന് അറിഞ്ഞാൽ പോലും ഇനി അവിടെ കരഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല എന്ന് അറിഞ്ഞാൽ പോലും എവിടെന്നോ അറിയാതെ കടന്നു വരുന്ന ഒരു സങ്കടം, എവിടെന്നോ വീണ്ടും വീണ്ടും അയാളെ തേടിപ്പോകുന്നു. ഇങ്ങനെയുള്ള നമ്മളെ കൺട്രോളിലല്ലാത്ത കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ മക്കളടുത്ത് നല്ല രീതിയിൽ പെരുമാറണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പാരന്റിങ് ക്ലാസ് ഒക്കെ കേട്ട് കുറെ പാരന്റിങ് ടിപ്സ് ഒക്കെ പഠിച്ച് മക്കളടുത്ത് പെരുമാറി നമ്മൾ അതൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൽ അതേപോലെ അവല തിരിച്ചു പെരുമാറാം. അപ്പൊ നമ്മളെ കൺട്രോൾ ആണ് പോകും. അപ്പൊ നമ്മള് പിന്നെ എല്ലാം പോയി, കയ്യിന്ന് പോയി എന്ന് പറയും. അപ്പൊ നമ്മള് ഞാൻ എത്ര പഠിച്ചിട്ടും എത്ര ഇതായിട്ട് ഇവരതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്നുള്ള രീതിയിൽ പറയും. ആക്ച്വലി അത് കുട്ടികളെ പ്രശ്നമല്ല, അത് നമ്മളെ മൈൻഡിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന പ്രോബ്ലം ആണ്. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. അത് വേറൊരു തലാണ് മൈൻഡിന്റെ. ആ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. 90% ഓഫ് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പം പിന്നെ വേറൊരു തലം എന്ന് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. അപ്പൊ പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഏറ്റവും പവർഫുൾ. നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത് എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഇവിടെയാണ് നമ്മളെ ഹാബിറ്റ്സ്, ബിലീഫ്സ്, ഇമോഷൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസസ്, പാസ്റ്റ് മെമ്മറീസ് ഇതൊക്കെ ഉൾക്കൊള്ളുന്നത് ഇവിടെയാണ്. നമ്മൾ പറഞ്ഞ കോൺഷ്യസ് മൈൻഡിലാണ് നമ്മളെ ലോജിക്ക് കാര്യങ്ങളൊക്കെ, അവിടെ നമ്മളെ ലോജിക്കും കാര്യങ്ങളൊക്കെ വർക്കാവും. പക്ഷെ അതിലേക്ക് കൊടുക്കേണ്ട പല ഘടകങ്ങളും ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഇപ്പൊ ബോധപൂർവം നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മളൊരു സബ് കോൺഷ്യസ് പാറ്റേൺ ആയി മാറും. അപ്പൊ ആ പാറ്റേൺ ആയി മാറുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ എക്സാമ്പിള്, നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് വീഴോ ഇതാവോ പേടിച്ച് പേടിച്ച് ഓടിക്കും, കോൺഷ്യസ്ലി ഓടിക്കും. പക്ഷെ അത് നമ്മള് അതെങ്ങനെ ഗ്രാജുവലി അതായി കഴിയുന്ന സമയത്ത് എന്തായി? അതൊരു സബ് കോൺഷ്യസ് പാറ്റേൺ ആയി. പിന്നെ നമുക്ക് അത്ര ശ്രദ്ധ ഉണ്ടാവില്ല. ഡ്രൈവിങ്ങിലായാലും പിന്നെ അറിയാതെ അത് ചെയ്തു പോകും. ഇപ്പൊ സ്വിമ്മിങ് പഠിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ അത് അറിയാതെ ചെയ്തു പോകും. അത് നമ്മുടെ സബ് കോൺഷ്യസ് പാറ്റേൺ ആയി മാറി. അപ്പം ഇതുപോലെ തന്നെ നമ്മളെ 90% ബിഹേവിയറും നിർണ്ണയിക്കുന്നത് സബ് കോൺഷ്യസ് പാറ്റേൺ ആണ്. നമ്മളെ കുട്ടിക്കാലത്ത് സംഭവിച്ച എക്സ്പീരിയൻസസ് മുതൽ ഇപ്പൊ നിങ്ങൾക്കിപ്പോ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നമ്മളെ ട്രോമാസും കാര്യങ്ങളും നമ്മൾ ഹീൽ ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാവണ്ട. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഓക്കെ ആക്കുന്ന സമയത്ത് മാത്രം നമ്മളെ കോൺഷ്യസ് മൈൻഡിൽ വരെ നമുക്ക് മര്യാദക്ക് നിന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയം അവിടെയും പോവുകയാണ്, നമ്മൾ നഷ്ടപ്പെടുക. കാരണം അവിടെ വല്ലാതെ നമ്മളെ കൺട്രോൾ ഇല്ല. 5 to 10%. പിന്നെ പറയുന്നത് നമ്മൾ വേറൊരു തലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇപ്പം ഒരു കുട്ടി ജനിച്ച ഉടനെ അമ്മന്റെ പാല് കുടിക്കുന്നു, ഫീഡ് ചെയ്യുന്നു. ആ കുട്ടിക്ക് ആര് പറഞ്ഞു കൊടുത്തു? ഒരു കഴിവുമില്ലാത്തൊരു കുട്ടി, മര്യാദക്കൊന്ന് തല നിവർത്തി പിടിക്കാൻ കഴിയാത്തൊരു കുട്ടി ചുണ്ടൊക്കെ എല്ലാ മസിൽസിനെയും വെച്ചിട്ട് സക്ക് ചെയ്യുന്നത് ഇത് ആരാണ് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത്? അപ്പൊ അത് നമ്മുടെ നമുക്ക് നിർണയിക്കാൻ പറ്റാത്ത ഒന്ന്, നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത എന്തോ ഒരു പവർ കുട്ടിക്ക് അവിടുന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചൂടായ ഒന്നിലേക്ക് കൈവെക്കുമ്പോൾ അറിയാതെ പിൻവലിക്കും. എന്തെങ്കിലും അപകടങ്ങൾ കണ്ട നമ്മൾ അറിയാതെ നമ്മൾ പേടിച്ചു പോകും. അപകടം ഇങ്ങനെ കാണുന്ന സമയത്ത് ആരെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കൂല. കാരണം എല്ലാവരുടെ ഉള്ളിൽ അറിയാതെ ഒരു ആൻസൈറ്റി വന്നു പോകും. കാരണം അതെന്തോ അവിടെ പേടിപ്പെടുത്തുന്ന എന്തോ ഉണ്ട്, ആ ഒരു ഇത് വരും. അതൊക്കെ നമ്മളെ അൺകോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ബോധവും അപബോധവും അല്ലാത്ത അതിന്റെ അപ്പുറമുള്ള തലങ്ങളിലുള്ള ഒരു മൈൻഡാണിത്. അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ ഇത് പറഞ്ഞ എന്തിനാ വെച്ചാൽ ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, നമ്മളെ ടോപ്പിക്ക് കടക്കണുള്ളൂ. അപ്പൊ മൈൻഡ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ വേറൊരു ഫങ്ഷൻ മാത്രമല്ല, അതൊരു ലോകമാണ്. അത് നമ്മളെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻവിസിബിൾ സിസ്റ്റം ആണ് മൈൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, മഴ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ, റിയാലിറ്റി അതൊരു മഴയാണ്. പക്ഷെ മഴ പെയ്യുന്ന സമയത്ത് എല്ലാവർക്കും മഴ ഒരേപോലെയാണോ? അല്ല. ചില ആളുകൾക്ക് മഴ എന്ന് പറയുന്നത് അത് ഭയങ്കര റൊമാൻറ്റിക് മൂഡ് നൽകും. ചില ആളുകൾക്ക് അവരുടെ ആർട്ടിസ്റ്റിക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യും. ചില ആളുകൾക്കോ ഇത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആവും, മഴ പെയ്തിനി ആകെ മഴയും ഇതും ഡ്രസ്സൊന്നും ഉണങ്ങൂല. അങ്ങനെ പല രീതിയിലാണ് ഒരു മഴനെ തന്നെ എല്ലാരും നിർവചിക്കല്. അപ്പം ആ സന്തോഷം എന്ന് പറയുന്ന കാര്യം, ആ റിയാലിറ്റി എന്ന് പറയുന്ന കാര്യം ഓരോരുത്തരുടെ ഉള്ളിലും വ്യത്യസ്തമാണ്. അപ്പൊ അവനവന്റെ ഉള്ളിലെ വ്യത്യസ്തത മാറുന്നതിനനുസരിച്ച് പുറത്തുള്ള റിയാലിറ്റി നമുക്ക് കിട്ടുന്ന കാര്യങ്ങളും വ്യത്യസ്തമായിക്കൊണ്ടേയിരിക്കും. അപ്പം എന്താണ് റിയാലിറ്റി? ഇപ്പൊ നമ്മൾ അതിക്ക് വരികയാണെങ്കിൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന എന്തോ ഒന്ന്.
ഇപ്പൊ നിലനിന്നുകൊണ്ടിരിക്കുന്ന എന്തോ ഒന്ന്, ശരിക്കുള്ള എന്തോ ഒന്ന്, റിയൽ ആയിട്ടുള്ള എന്തോ ഒന്ന് എന്നാണ് നമ്മൾ പറയുന്നത് റിയാലിറ്റി എന്ന്. അപ്പം ഇപ്പൊ ടൈം നിലനിൽക്കുന്ന ഒന്നാണ്. ടൈം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒന്നാണ്. ഇപ്പൊ ഇവിടെ ഉള്ള ഈ ഒരു ടൈം നമ്മൾക്കിപ്പോ 8:49 ആണെങ്കിൽ അമേരിക്കയിലുള്ള ആൾക്ക് ഇപ്പൊ എത്ര ടൈം ആവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അത് അങ്ങനെ തന്നെയാണ്, അത് അവിടെ മാറ്റം വരുന്നില്ല. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, അതേസമയം സൂര്യനെ വലയം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിന് മാറ്റമില്ല, അതൊരു പരമസത്യമാണ്. അതാണ് അബ്സല്യൂട്ട് റിയാലിറ്റി. പക്ഷെ മറ്റൊരു റിയാലിറ്റി ഉണ്ട്, സബ്ജക്റ്റീവ് റിയാലിറ്റി അഥവാ സ്വകാര്യ യാഥാർത്ഥ്യം. അത് ഓരോ മനുഷ്യന്മാർക്കും വ്യത്യസ്തമാണ്. അത് നമ്മളെ ബിലീഫ്സ്, പാസ്റ്റ് എക്സ്പീരിയൻസസ്, ഇമോഷൻസ്, ഇതൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മഴന്റെ കാര്യം, ഈ മഴ ചില മനുഷ്യന്മാർക്ക് ഭയങ്കര ആനന്ദവും ആസ്വാദനകരവുമാണെങ്കിൽ ചില മനുഷ്യന്മാർക്ക് അതത്ര ആനന്ദം തരൂല. അവരെ ഓർമ്മകള് തള്ളി തള്ളി വരുന്നൊരു മൊമെന്റ് ആവും. ഇപ്പം എത്ര സെറ്റപ്പിലാണ് ഇപ്പോഴെങ്കിലും ചിലപ്പോ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ ചോർന്നൊലിക്കുന്ന ഒരു വീടിലാണ് അവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിട്ടുപോയ അവരുടെ അമ്മക്ക് മര്യാദക്ക് ഒരു വീട് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അമ്മക്ക് ഇതുപോലൊരു മഴ ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന രീതിയിലുള്ള പെയിന് പേറുന്ന വളരെ ചുരുക്കം മനുഷ്യന്മാര്. അങ്ങനെ ഒരു മഴ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എടുക്കുന്ന സമയത്ത് ഓരോ മനുഷ്യന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസ് ആവും. ഇപ്പം നമ്മൾ പറയുന്ന നമ്മളെ വിശ്വാസമാണ് ശരിക്കും നമ്മളെ മൈൻഡിൽ നമ്മൾ പെർസീവ് ചെയ്യുന്ന രീതിയാണ് ശരിക്കും നമ്മളെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇത് സന്തോഷമാണ്, ഇത് ദുഃഖമാണ്, അങ്ങനെ ഒരു കാര്യം നമ്മൾ പറയുമ്പോഴും അതിനൊക്കെ ഒരു വ്യത്യസ്ത തലങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറയും ടച്ചിങ്, നമ്മുടെ ടച്ചിങ് പോലും ആക്ച്വലി ഒരു ഇല്യൂഷൻ ആണെന്ന് പറയും. അപ്പൊ നമ്മൾ റിയാലിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾക്ക് ആക്ച്വലി 430 to 770 ഹെഡ്സ് ടെട്രാ ഹെഡ്സ് കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 20 ഹെഡ്സ് to 20 കിലോ ഹെഡ്സ് കാര്യങ്ങൾ മാത്രമേ കേൾക്കാനും പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞത് നമ്മളെ ആക്ച്വലി 1% റിയാലിറ്റി മാത്രം, നമ്മളെ ചുറ്റുമുള്ള റിയാലിറ്റിന്റെ 1% മാത്രമേ ആവുന്നുള്ളൂ. ബാക്കി റിയാലിറ്റി ഒക്കെ ഇൻവിസിബിൾ ആണ്. 90% ആയിട്ടുള്ള സത്യങ്ങള്, 90% ആയിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ആക്ച്വലി നമ്മൾ കാണുന്നില്ല. ആ കാണാത്ത ലോകത്ത് നിന്നിട്ടാണ് നമ്മൾ പലതിനെ കുറിച്ചും ആധികാരികമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ കാണാത്തതാണ് നമുക്ക് ചുറ്റും അധികവും. അതിനെക്കുറിച്ച് നമ്മൾ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെ വലിയ വലിയ സംഭവങ്ങളായിട്ടൊക്കെ നമ്മൾ എടുക്കുന്നത്. ശരിക്ക് നമ്മൾ അറിയാത്ത നമ്മുടെ തലങ്ങളെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണെന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം ഞാനിപ്പോ ഇത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന എനിക്കറിയൂല. നമ്മളിങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിരീക്ഷണ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനഃശക്തി അതിൽ പതിയുന്ന സമയത്ത് അതിന്റെ പാറ്റേൺ മാറുന്നുള്ളതാണ്. അത് ഒരു സംഭവമാണെങ്കിൽ പോലും നമ്മൾ അതിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അതിന്റെ പാറ്റേൺ മാറുന്നതാണ്. അപ്പൊ സത്യത്തില് അതിന്റെ യഥാർത്ഥ രൂപം അത് മാറുന്നതാണ്. അപ്പം നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത്, നമ്മുടെ മൈൻഡ് മാറുന്ന സമയത്ത്, നമ്മുടെ ഫോക്കസ് മാറുന്ന സമയത്ത് നമുക്ക് ചുറ്റുള്ള യാഥാർത്ഥ്യങ്ങളും മാറും. ചില കാര്യങ്ങൾ നമ്മൾക്ക് തോന്നും ഇതൊന്നും സംഭവിക്കൂല, അല്ലെങ്കിൽ ഇതൊന്നും അസംഭവ്യം എന്ന് തോന്നിയാൽ പോലും അതൊക്കെ സംഭവിക്കാൻ തക്കതായ പല ഘടകങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്, നമുക്ക് ഉള്ളിലുണ്ട്. നമ്മൾ പുറമേ കാണുന്ന ലോകത്തിനേക്കാളും വൈഡാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ചുറ്റും കാണുന്ന 90% കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല, കുറേ ശതമാനം കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല, വളരെ കുറച്ച് ശതമാനം കാര്യങ്ങൾ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ ഈ കാണുന്നത് വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും പെർസീവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇതൊന്നും നടക്കൂല, ഇതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് തോന്നും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കണ്ണാടി ഉണ്ടെന്ന് വിചാരിക്കും. ആ കണ്ണാടിന്റെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് നിങ്ങള് ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കണ്ണാടി നിങ്ങളിങ്ങനെ നോക്കുന്നു, കണ്ണാടി ചിരിക്കുന്നില്ല. നിങ്ങളൊരു റിയാലിറ്റി അല്ലെങ്കിൽ നിങ്ങളൊരു ഇമേജ്, അത് നിങ്ങളുടെ റിയാലിറ്റി എന്ന് പറഞ്ഞത് നിങ്ങളിങ്ങനെ ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. കണ്ണാടിയിലൂടെ ചിരിക്കുന്ന സമയത്ത്
കണ്ണാടി ശരിക്കും നിങ്ങളോട് തിരിച്ചു ചിരിക്കുന്നു. ആ കണ്ണാടിയുള്ള ഇമേജ് തിരിച്ചു ചിരിക്കുന്നു. അപ്പം നിങ്ങൾ എന്താണോ കൊടുക്കുന്നത്, നിങ്ങൾ എന്താണോ ബോധപൂർവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യാത്തൊരു കാര്യം, നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാത്തൊരു കാര്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടൂല. മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് കണക്റ്റഡ് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയൂല. കാരണം എല്ലാം കൂടി ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ട് ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ടോന്ന് എനിക്ക് അറിയൂല. അപ്പം ഒരു വ്യക്തി ഒരു മിററിന്റെ മുന്നിൽ നിന്ന് സ്മൈൽ ചെയ്തു എന്ന് വിചാരിക്കാം. ആ വ്യക്തി ചിരിക്കാത്തിടത്തോളം കാലം ആ മിററും അയാളുടെ തിരിച്ച് സ്മൈൽ ചെയ്യുന്നില്ല. ഇത് നമ്മളൊരു ഒരു ജസ്റ്റ് ഒരു ഇമേജ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ആയിട്ട് മാത്രം എടുക്കാം. അപ്പൊ ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ റിയാലിറ്റി ഒരു മിററായിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മളോടൊരു കാര്യം ചെയ്യാതെ, നമ്മളൊരു കാര്യം ചെയ്യാത്തിടത്തോളം കാലം ആ റിയാലിറ്റി നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പം നമ്മൾ എത്ര മാത്രം ഇപ്പൊ ഡെത്ത് ആക്ച്വലി നമ്മൾ പറയും ഇതൊക്കെ ഒരു സത്യമാണ്, ഇതൊക്കെ റിയാലിറ്റി ആണെന്ന് പറയും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ദൈവം ഇവിടെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും, എല്ലാ കാര്യങ്ങളും നിത്യഫലകത്തിൽ എഴുതി വെക്കപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ദൈവം. അല്ലെ, നിങ്ങൾ ഓൾറെഡി എഴുതപ്പെട്ടതാണ്. നിങ്ങളെ അപ്പൊ ഞാൻ ഏതായാലും എന്റെ കാര്യങ്ങളൊക്കെ എഴുതപ്പെട്ടതാണല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ പോയാൽ മതി എന്ന് പറയുന്ന സമയത്ത് അതങ്ങനെ അയാൾക്ക് പോകാൻ പറ്റുള്ളൂ. നേരെ തിരിച്ച് അയാൾക്ക് മാറാൻ പറ്റുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അയാൾക്ക് മാറാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഈ ലോകത്ത് ദൈവം കൊടുത്തോണ്ട് മാത്രമാണ്, ദൈവം അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തോണ്ട് മാത്രമാണ് ഒരു വരാനിരിക്കുന്ന അയാളുടെ ഒരു പുനർജന്മം എന്ന് പറയുന്ന ഒരു കാലത്ത് അയാൾക്ക് ഒരു വിധി നിർണയം എന്ന് പറയുന്ന കാലത്ത് ഒരു നീതി നടപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പൊ നിങ്ങൾ പറയുന്ന നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും പറ്റൂല എന്ന് വിചാരിച്ചാലും മക്കളെ, ഈ ലോകത്തെ എല്ലാം പറ്റുള്ളൂ. നമുക്ക് പറ്റാവുന്നതേ ഈ ലോകത്ത് ദൈവം തന്നിട്ടുള്ളൂ. നമുക്ക് പറ്റാവുന്ന സാധ്യതകൾ മാത്രമാണ് ദൈവം ഈ ലോകത്ത് മുഴുവൻ തന്നിട്ടുള്ളത്. നമ്മളെ ചുറ്റുമുള്ള ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും എനിക്കും നിങ്ങൾക്കും സെയിമാണ്. നമ്മളെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സാധ്യതകളും സെയിമാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും എങ്ങനെ അതിനെ പെർസീവ് ചെയ്യുന്നു, എങ്ങനെ അതിനെ നോക്കി കാണുന്നു എന്നത് മാത്രമാണ് നമുക്ക് ഡിഫറൻസ് തരുന്നത്. ഒരു പരിധി വരെ നമ്മളെ സാഹചര്യങ്ങൾ നമ്മളെ ഓരോ ഘടകങ്ങളാണെന്ന് പറഞ്ഞ പോലെ നമ്മളെ മനസ്സ് ശക്തമാവുന്നിടത്ത്, നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നിടത്ത് നമുക്ക് അതിനുള്ള ഒരു സാധ്യത തുറക്കുന്നതാണ്. അപ്പം നമ്മുടെ എന്താ പറയാ, ഇസ്ലാമിക പ്രമാണങ്ങളിലായി മറ്റ് ഗ്രന്ഥങ്ങളിലായൊക്കെ പറയും നമ്മുടെ ആഫ്റ്റർ ഡെത്ത്, നമ്മളെ തൊണ്ടക്കുഴിയില് പിടിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് പിന്നീട് ഒരു ഓപ്ഷൻ ഇല്ല, നമുക്ക് മാറാനൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ അവിടം തൊട്ടാണ് യഥാർത്ഥത്തില് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ലോകം സ്റ്റാർട്ട് ചെയ്യുന്നത്. യഥാർത്ഥ റിയാലിറ്റി, അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത്, ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാം സാധ്യമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, നമ്മൾ കുറെ കാലം നമ്മളൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം വേണമെന്ന് വിചാരിക്കുക, നിങ്ങൾ ഇങ്ങനെ അത് ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുക, അതിനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. സ്വപ്നം കാണുന്ന സമയത്ത് എന്താണ്, അതിങ്ങനെ അതിന്റെ ഒരു ആ സ്വപ്നം നിങ്ങൾക്കൊരു വിഷ്വലായിട്ട് കിട്ടും. അതിന്റെ ഒരു വീഡിയോ മോഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ ബ്രെയിനിൽ അത് വർക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെ ഇന്റൻഷനും ഡ്രീമും സ്ട്രോങ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളെ ഉള്ളിൽ ഒരു പ്ലാൻ അറിയാതെ വരും. ഈ പ്ലാന് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്ലാന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ വിശ്വാസം വരും. പ്ലാൻ ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇത് നടക്കൂല, ഇതൊന്നും സംഭവിക്കാൻ പറ്റാത്തതാണെന്ന് തോന്നും. പക്ഷെ ആ പ്ലാന് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളെ ഉള്ളിൽ വിശ്വാസം വരും. ഈ വിശ്വാസം വരുന്ന സമയത്ത് സ്വാഭാവികമായും നിങ്ങൾ അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ആ ഒരു സ്വപ്നം നേടാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മള് ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും, നമ്മള് ഇതൊന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞാലും, നമ്മുടെ ഉള്ളില് നമുക്ക് നടക്കൂല എന്ന് തോന്നിയാലും, നമ്മള് മൈൻഡ് എന്ന് പറഞ്ഞത് അത്രയും പവർഫുൾ ആയൊരു കാര്യമാണ്. നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങളെയും പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അപ്പൊ നിങ്ങള് ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് വർക്കാവും. അപ്പം ആ ഒരു ഡ്രീമിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും. അപ്പൊ ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഒന്നും സംഭവിക്കൂല, ഇങ്ങനെയൊന്നും ആവാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതൊക്കെ
നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു പവർ തന്നിട്ടാണ് ദൈവം ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ഇൻബോൺ ആയിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ സക്കിങ് മുതൽ, ആ ഫീഡിങ്ങിന്റെ സമയത്തുള്ള സക്കിങ് മുതലേ നമുക്കൊരു ഓരോ കാര്യങ്ങള് നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് അത്രയും ഒരു ജനിക്കുന്ന സമയത്ത് ഒന്നും അല്ലാത്ത നമുക്ക് അത്രയും പവർ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ മൈൻഡിൽ പല കാര്യങ്ങളും പ്രോഗ്രാംഡ് ആയി വന്ന് നമ്മളെ പാസ്റ്റ് എക്സ്പീരിയൻസസ് നിന്ന് കുറെ ബിലീഫുകൾ നമ്മളെ ഉള്ളിൽ കയറി കൂടുന്നതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പെർസീവ് ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെതായ രീതിയിൽ കിട്ടാത്ത നമ്മളെ പെർസീവൻസ് മാറി പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മളെ ആദ്യം നമ്മളെ ഡ്രീമിലൊന്ന് ഫോക്കസ് ചെയ്യുക. ഓരോ മനുഷ്യന്മാർക്കും അവനവൻ്റെതായ സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലെ. ഞാൻ ഇന്നിപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇന്നലെ, ഓള് ഭയങ്കരമായിട്ട് എഴുതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഓൾക്ക് ബുക്കൊക്കെ രചിക്കാനൊക്കെ നല്ല താല്പര്യം. അപ്പൊ ഞാനിങ്ങനെ അവളോട് പറയും, ബുക്ക് എഴുതി നോവൽ എഴുതി എന്നിട്ട് പറയും. അപ്പൊ അറിയാതെ ഞാൻ പറഞ്ഞു പോയി, എന്റെ സ്വപ്നാണത്, ഈ ഒരു ബുക്ക് എഴുതാന്നുള്ളത് എന്റെ സ്വപ്നാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചിന്തിച്ച്, ഓള് ബുക്ക് എഴുതാന്നുള്ളത് ഇപ്പൊ എന്റെ സ്വപ്നാണോ? അപ്പം ഞാൻ അവളോട് പറഞ്ഞ, എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് എനിക്കുള്ളൊരു സ്വപ്നം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്വപ്നം. ഇപ്പൊ എനിക്ക് എന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. സെയിം ടൈം എന്റെ മക്കളെ കുറിച്ച്, എന്റെ ഫാമിലി കൺസെപ്റ്റിനെ കുറിച്ച്, പ്രൊഫഷനെ കുറിച്ച്, സുഹൃത്തുക്കളെ കുറിച്ച്, ഓരോരുത്തർക്ക് അവനവൻ്റെതായ മാക്സിമം കപ്പാസിറ്റി ഉണ്ടാവും, ഓരോ കഴിവുകൾ ഉണ്ടാവും. ആ കഴിവുകൾ വെച്ച് നമ്മൾ ഡ്രീം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം, നമ്മൾ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനൊരു പ്രായമൊന്നുമില്ല, പ്രായപരിധി ഒന്നൊന്നുമില്ല. ഏത് പ്രായത്തിൽ നമുക്ക് സ്വപ്നം കാണാം. നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അന്വേഷിക്കുവിൻ കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പൊ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുക. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പോയിന്റുകളൊക്കെ നമ്മളെ മൈൻഡിലിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സത്യത്തില് ഇതൊക്കെ നമ്മൾ ഭയങ്കര വിഷമിച്ചുകൊണ്ടിരിക്കണ ഈ കാര്യങ്ങള്, നമ്മൾ ഭയങ്കര കൺട്രോളിലല്ല എന്ന് പറയുന്ന കാര്യം. പഠിച്ചാൽ എന്താ എനിക്ക് മാത്രം എങ്ങനെ തന്നത്, അല്ലെങ്കിൽ എന്താ എന്റെ ലൈഫ് മാത്രം ഇങ്ങനെ ആയി പോയതെന്ന് ചിന്തിക്കുന്ന ഇതൊക്കെ ശരിക്കും ഒരു സ്വപ്നം പോലെ ആയിരിക്കാം. മേ ബി നമ്മൾ ഒന്ന് ഉറങ്ങി ഉണരുന്ന സമയത്ത് തീരാവുന്ന ആയുസ്സേ ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ. നമ്മൾ ജനിക്കുന്നതിന് മുൻപൊരു ലോകം ഉണ്ടായിട്ടുണ്ട്. ആ ലോകം നമ്മളുടെ കൺട്രോളിലല്ലേ, നമുക്ക് അതിനെ കുറിച്ച് അറിയുക പോലില്ല. പക്ഷെ നമ്മൾ ജനിച്ച് എല്ലാവർക്കും അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ചൊക്കെ വിശ്വാസമുള്ള ആളുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം പക്ഷെ നമ്മൾ ഇവിടെ വരുന്നു, ഇത് വളരെ കുറച്ച് ടൈം ലിമിറ്റ്, കണ്ണടച്ച് തുറക്കുന്ന ഒരു സെക്കൻഡുകൾ മാത്രമുള്ള ഒരു സമയം. അതുപോലെ തന്നെ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് അല്ലെ. നമ്മള് ഈ റൂമിൽ ഇരിക്കുന്നു, നമ്മള് റൂമിന്റെ പുറത്തു പോകുന്ന നമ്മളെ സ്ഥലം, നമ്മളെ രാജ്യം, ഈ രാജ്യത്തിന്റെ അതിർത്തി കഴിഞ്ഞാല് നമ്മളെ ഭൂമി മുതല് എല്ലാ കോടാനുകോടി നക്ഷത്രങ്ങള്, ഗാലക്സികൾ, ഇതൊക്കെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ മുന്നില് നമ്മൾ എന്ന് പറയുന്നത് ഒരു കടുക് മണിന്റെ അത്ര പോലും ഇല്ല. നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര പോലും ഇല്ല. അപ്പൊ അത്രമാത്രം ലഘുവായ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നത് ആരാ? ഇതിന്റെ ഒക്കെ മെയിൻ പവർ ആയിട്ടുള്ള മെയിൻ സോഴ്സിനോടാണ് നമ്മൾ ഇതിന്റെ ഒക്കെ കാര്യം, നമ്മളെ ഈ ഒരു പ്രശ്നം പറയുന്നത്. അപ്പൊ നമ്മള് ഇതിന്റെ പ്രശ്നമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ഇതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, ഇതൊക്കെ വലിയ സംഭവമല്ലേ എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് നമുക്കാണ് വലിയ സംഭവം. നമ്മൾ അതൊരു വലിയ സംഭവമാക്കി കൊണ്ടുവന്ന് നമ്മളെ മനസ്സിൽ ഭയങ്കര സംഭവമാക്കി വെക്കുമ്പോഴാണ് അത് സംഭവമാവുന്നത്. അത് നമ്മള് ദൈവത്തിന് അവിടേക്ക് ഇങ്ങോട്ട് കുറക്കണ്ട. നമ്മള് ദൈവത്തിന്റെ പവർ, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ പവറിന്റെ അടുത്താണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മളെ പ്രശ്നങ്ങൾ അത്രയും ലഘുവാണ്, അത്രയും സിമ്പിൾ ആണ്. അപ്പൊ ആ സിമ്പിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ദൈവത്തിന് അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ പരീക്ഷണത്തിൽ നമുക്കൊരു റോൾ ഉള്ളതുകൊണ്ടാണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ദൈവം ഈ ഭൂമി ഒരു പരീക്ഷണമായിട്ട് നിർണയിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ഇതില് പക്ഷെ എനിക്ക് നേരത്തെ എണീക്കണം എന്നുള്ളത് എന്റെ ഓപ്ഷനാണ്. എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് എന്റെ ഓപ്ഷനാണ്. എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാം, എനിക്ക് വിശ്വസിക്കാതിരിക്കാം. എന്നെ ആരും ഇപ്പൊ ഒന്ന് ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. നമ്മളെ പേരൻസ് ഒക്കെ ഒരു പരിധി വരെ പറഞ്ഞാലും നമ്മളെ ഇന്റൻഷൻ എന്താ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് എല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മളെ കൺട്രോളിലാണ്. പക്ഷെ ഇനി ഈ ഒരു ലൈഫ് കഴിഞ്ഞിട്ട് വേറൊരു ലൈഫ് വരാണ്ടല്ലേ, ആഫ്റ്റർ ഡെത്ത്. അപ്പൊ അതിന്റെ ശേഷം
ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ എത്ര കരഞ്ഞാലും, നമ്മൾ എത്ര ആഗ്രഹിച്ചാലും, നമ്മൾ എത്ര നിലവിളിച്ചാലും അവിടെ നമ്മളെ കൺട്രോൾ ഒട്ടും നമുക്ക് കിട്ടാത്തൊരു ഏരിയ. ഇവിടെ നമ്മൾക്ക് കരഞ്ഞാല്, മാപ്പ് ചോദിച്ചാല് പാപമോചനം സാധ്യമാണ്. ഒരാൾ മരിക്കുന്നവരെ പാപമോചനം സാധ്യമാണ്. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ യഥാർത്ഥത്തിൽ റിയാലിറ്റി അതാണ്. അവിടെയാണ് ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് റിയാലിറ്റിയാണോ ചോദിച്ചാൽ ഇത് റിയാലിറ്റിയാണ്. പക്ഷെ അവിടേക്കുള്ള നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യഥാർത്ഥ റിയാലിറ്റിയിലേക്കുള്ള ഒരു മിഥ്യയായ ലോകമാണിത്. അപ്പൊ ഞങ്ങള് ഈ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് പറയും ഈ ഹാലൂസിനേഷൻ എന്ന് പറയും. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞത് ചിലർക്ക് അറിയുണ്ടാവും. ഈ ഹാലൂസിനേഷൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ കാണാത്തത് കാണാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്യുക നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്. ഒരാൾ അവിടെ ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരാളെ കാണണു, അയാളെ തൊടാൻ പറ്റണു, അയാളെ അനുഭവിക്കാൻ പറ്റണു എന്നുള്ളൊരു ഫീല്. അത് ശരിക്കും ഒരു രോഗത്തിന്റെ ലക്ഷണമായിട്ടൊക്കെയാണ് പറയുന്നത്. ഒരു സിംറ്റം ആണ്, ഒരു വലിയ രോഗത്തിന്റെ സിംറ്റം ആയിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പലരും പറയില്ലേ ഈ ബാധ ഉണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളത് എല്ലാവരും അതിനൊരു ഹാലൂസിനേഷൻ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഷിസോഫ്രീനിയ അതൊക്കെ പറഞ്ഞ് തള്ളി കളയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഓൾ എൻ്റെ അടുത്ത്, എൻ്റെ ഒരു ഇപ്പൊ നല്ല ഫ്രണ്ടാ. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഓഡിറ്ററി ഹാലൂസിനേഷൻ, നമ്മളിങ്ങനെ ശബ്ദം കേൾക്കുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഈ ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതെങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ നല്ലോണം പനിച്ച് കിടക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പൊ ആള് ഇതാണ്, ഒരു സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ നന്നായി പനിച്ച് കിടക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരാള് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഒരു വോയിസ് കേൾക്കുന്നു. ആ വോയിസ് ഒരു ഇൻസ്ട്രക്ഷൻ തരും. ഇവള് ചോദിക്കുന്നതിന് കൃത്യമായിട്ട് വോയിസ് മറുപടി പറയും. അപ്പം ആ വോയിസും ഇവളും കൂടിയും ഒരു ബോണ്ട് ഉള്ള പോലെയാണ്. ഇപ്പൊ ഹസ്ബൻഡ് വന്ന് ഡോർ തുറക്കുന്ന സമയത്ത് ആ വോയിസ് ഇവൾക്ക് പേടിയാണ്. അപ്പോഴേക്ക് ആ വോയിസ് ഡിസപ്പിയർ ആയി, ആ വോയിസ് പിന്നെ കേൾക്കും. അപ്പൊ ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും സംസാരിച്ചിരുന്നത്. അപ്പൊ ഓള് പറയും ഇവിടെ എന്നോട് ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എനിക്ക് ഒരാളെ ശബ്ദം കേൾക്കുന്നുണ്ട്, എനിക്ക് ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം ഹസ്ബൻഡ് അത് എന്താ അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ, അങ്ങനെ എന്താന്നൊക്കെ പറഞ്ഞിട്ട് അതിനിങ്ങനെ പ്രോസസ് ചെയ്തു. പക്ഷെ ഓള് പറഞ്ഞു എനിക്കതൊരു റിലീഫ് ആയിരുന്നു. ഞാൻ ഒറ്റപ്പെടുന്ന സമയത്ത് എനിക്കതൊരു സർവ്വമായാന്ന് എഴുതിയിട്ട് എല്ലാവർക്കും ആകെ മായൊന്നും ആയിട്ടില്ലല്ലോ. ഞാന് ഏതായാലും ഫ്രീ അല്ലേ, അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാന്ന് വിചാരിച്ചിട്ട് പറയാണ്. അപ്പൊ ഓളിങ്ങനെ പറഞ്ഞു ഞാന് അത് എനിക്ക് ഭയങ്കര റിലീഫ് തന്നിരുന്നു. എന്നെ ആരും മനസ്സിലാക്കാത്തൊരു സമയത്ത് എനിക്കത് ഭയങ്കര റിലീഫ് ആയിരുന്നു തന്നിരുന്നത്. അങ്ങനെ കുറെ ദിവസങ്ങൾ അതിങ്ങനെ പോയി. ഹസ്ബൻഡിന് അവർക്കൊക്കെ ഭയങ്കര ടെൻഷനായി, എന്താ ഇപ്പൊ ഞാൻ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ടെൻഷനായി എന്ന് പറഞ്ഞു. പക്ഷെ ആർക്കും പ്രശ്നമില്ലാതെ പോവാണ്. പക്ഷെ ഈ പനിയൊക്കെ മാറി കുറെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് ഒരു ദിവസം അത് ഡിസപ്പിയർ ആയി. ആ സൗണ്ട് കേൾക്കാതെ. അപ്പോൾ പറഞ്ഞു ഞാൻ കുറേ സംസാരിച്ചോക്കും, കുറേ ചെവി ഓർത്തോക്കും, പക്ഷെ ആ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ എന്നോട് പറയണത് ആ സൗണ്ട് എവിടേക്കോ പോയി, പക്ഷെ അത് എന്റെ തോന്നലാണ്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടും അതിന്റെ തോന്നലാണെന്ന് എനിക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റണില്ല. അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു അവിടെ, അത് എവിടെയോ പോയതായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് ആ ആൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരാൾക്ക് അത് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക്, എനിക്കിപ്പോ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് എന്താണ്, ഞാൻ ഇവിടെ നിങ്ങളെ നോക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളെ കാണണു, നിങ്ങളെ വോയിസ് കേൾക്കണു, അതിന്റെ ഫീലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണം. അപ്പൊ അത് നിങ്ങൾക്ക് അനുഭവിക്കണം, നിങ്ങൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കുമ്പോൾ അതൊരു സത്യമായി നിങ്ങൾക്ക് തോന്നാണ്. ഇപ്പൊ നിങ്ങളെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയണേ ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ട് എനിക്ക് എന്തോ തോന്നണം പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഇതായി പോകൂലേ. ആ ആൾക്ക് ഇത് കാണില്ല എന്നല്ലേ തോന്നാ. ഇതേ സെയിം സംഭവമാണ് ആ ഓൾക്ക് സംഭവിച്ചത്. അപ്പം നമ്മള് ഈ റിയാലിറ്റി എന്ന് പറയണതും അപ്പൊ ചിലപ്പോ മേ ബി നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് കേൾക്കാൻ പറ്റുന്ന വോയിസിന്റെ ഒരു ഹെഡ്സ് പറഞ്ഞല്ലോ, രണ്ട് ഇതിന്റെ ഇടയിൽ മാത്രം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള വോയിസുകളും അതിന്റെ താഴേക്കുള്ള വോയിസസും നമുക്ക് കേൾക്കാനോ നമുക്ക് ക്യാപ്ചർ ചെയ്യാനോ പറ്റൂല. അപ്പൊ മേ ബി ചില മൊമെന്റ്സിൽ നമ്മളെ ചെവിക്ക് അതിനേക്കാളും പവർ ഉണ്ടെങ്കിൽ അത് കേട്ടെന്നിരിക്കാം. പക്ഷെ അത് നമുക്കൊരു നോർമൽ ലൈഫിന് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് നമ്മളൊക്കെ നോർമൽ ആയി പോട്ടെ അമീന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഭയങ്കര എക്സ്ട്രാ പവർ ഒന്നും വേണ്ട എന്നുള്ളതാണ്. നമുക്ക് സ്മൂത്ത് ആയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇത്. അപ്പം ഈ പറഞ്ഞ ഈ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അനുഭവമാണ്, നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ജീവിക്കുന്നവർക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ചിലപ്പോ മേ ബി ഒരു ഹാലോസിനേറ്റഡ് ഫോമിലായിരിക്കാം, നമുക്കൊരു എക്സ്പീരിയൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് സ്വപ്നമാണ് എന്നുള്ളത് നിങ്ങൾ അറിയണ്ടോ?
നിങ്ങൾക്ക് ഭയങ്കര വിഷമല്ലേ സ്വപ്നം കാണുന്ന സമയത്ത്? എന്താ എന്താ ഇപ്പൊ അത്, ഒരു അപകടമൊക്കെ വന്ന് നമ്മൾ ആകെ കരഞ്ഞതായി നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹേർട്ട് ബീറ്റ് കൂടിയിട്ടുണ്ടാവും, കരഞ്ഞ് നമ്മളെ കണ്ണൊക്കെ ആകെ കലങ്ങി ഇതായിട്ടുണ്ടാവും. പക്ഷെ ആ സത്യത്തിൽ ഉണരുന്ന സമയത്ത് ആശ്വാസം, ഇതൊരു സ്വപ്നമായിരുന്നു ഒരു ഇത് വരിക. അതുപോലെ ഒരു വലിയൊരു ഉണർവ് നമുക്ക് വരാനുണ്ട്. ഈ ഒരു ഇതിനൊക്കെ അപ്പുറം ഒരു ഉണർവ് നമുക്ക് വരാനുണ്ട്. ഇതൊക്കെ ഒരു മായയായിരുന്നു, ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു, ഇത്രയും സിമ്പിൾ ആയിരുന്നു എന്നുള്ളത്. അപ്പം സ്വപ്നം എന്ന് പറഞ്ഞത് ഒരു ഇമാജിനേഷന്റെ ഉള്ളില് നമുക്കെല്ലാം വർക്കാവും. ഈ വേൾഡിൽ നമുക്കെല്ലാം വർക്കാവും. നമുക്ക് ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റുമെന്ന് പറയുന്ന സമയത്ത്, നമുക്ക് നമ്മുടെ മൈൻഡിന്റെ പവർ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് പലരും പറയും അത് ദൈവത്തിന് നിരക്കാത്ത കാര്യമല്ലേ പറയണതെന്ന് പലരും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവമല്ല അൾട്ടിമേറ്റ് നിർണ്ണയിക്കുന്നത്, ദൈവ നിത്യഫലകത്തിൽ എഴുതപ്പെട്ട കാര്യമല്ല ഇപ്പൊ നമ്മൾ എന്താവുന്നുള്ളത്. അപ്പൊ നമ്മള് വിധിനെ മാറ്റുന്നോ, നമ്മളെ ചുറ്റുപാടിനെ മാറ്റുന്നോ? അതിനുള്ള കൺട്രോള് ആരോ ഒരാൾ ഡൗട്ട് ചോദിക്കട്ടെ പറഞ്ഞു. ചോദിച്ചോളൂ. മാം, ആ ഇപ്പൊ നമ്മൾ സ്ലീപ്പ് പാരലൈസിസിന്റെ സമയത്ത് ഓരോ ആ രൂപം കാണുന്നൊക്കെ പറയില്ല, അത് ആ ഹാലുസിനേഷൻ ആണോ? അതൊരു അനദർ ഫോം ഓഫ് ഹാലുസിനേഷൻ എന്ന് പറയാം. അത് തന്നെയാണ് അതിന്റെ എക്സാക്ട് നെയിം, സ്ലീപ്പ് പാരലൈസിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ അത് നമ്മുടെ ഇപ്പൊ ഈ സൈക്കോളജി വരുമ്പോ ഇതൊക്കെ നമ്മുടെ തോന്നലാണ്, ഇതൊക്കെ നമുക്കൊരു പ്രോബ്ലമാറ്റിക് ആയി വരുന്നു. പക്ഷെ നമ്മൾ മോഡേൺ സയൻസിൽ വരുന്ന സമയത്ത്, ക്വാണ്ടം ഫിസിക്സ് ഒക്കെ പറയുന്ന സമയത്ത്, നമ്മൾ ഒരു കാര്യത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ മാറ്റം വരും എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ഈ സ്പിരിച്വൽ ഘടകങ്ങൾ കുറെ ഉണ്ട്. നമ്മൾ സയൻസ് എന്ന് പറയുന്നത് ശരിക്കും ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും സയൻസിൽ ആൻസർ കിട്ടിയിട്ടില്ല. പക്ഷെ സ്പിരിച്വാലിറ്റിയാണ് അതിൽ ആൻസർ കൊടുക്കുന്നത്. സ്പിരിച്വാലിറ്റിയിൽ കുറെ ആൻസർ കടന്നു വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അപ്പം എനിക്ക് ഈ ഒരു സമയം എവിടോ കഴിഞ്ഞ പോലെ, എപ്പോഴോ സ്വപ്നം കണ്ട പോലെ, ദേജാവു എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മള് റിയാലിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇത് സ്വപ്നമാണോ എന്നുള്ളത്. അപ്പൊ അത്രമാത്രം ലൈഫ് നമ്മളെ കൺട്രോളിലല്ല മക്കളെ, നമ്മളെ ഇതിലല്ല, പക്ഷെ നമ്മളെ മനസ്സിന്റെ കൺട്രോളിലാണ്. നമ്മളെ മൈൻഡ് എന്നുള്ള ഒരു കൺട്രോളിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇപ്പൊ എന്തായിരുന്നു പറഞ്ഞത്, ദൈവത്തിന് നിരക്കാത്തതാണെന്ന് പലരും പറയുന്നു പറഞ്ഞു. പക്ഷെ സത്യത്തില് നമ്മള് ദൈവത്തിനെ അംഗീകരിക്കുന്നതാണത്. ദൈവം ഈ ലോകം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും കാപ്പബിലിറ്റീസും തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി തന്നിട്ടില്ലെങ്കിൽ ഇതൊരു പരീക്ഷണാണെന്ന് ദൈവം പറയും. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ എഴുതിയ പോലെയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് വിധിച്ച പോലെ മാത്രമാണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പരീക്ഷണത്തിനുള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നീതിമാനായ, ഏറ്റവും കാരുണ്യവാനായ ഒരു ദൈവം, ഏറ്റവും നീതിപൂർവ്വം മാത്രം തീരുമാനം എടുക്കുന്ന ഒരു ദൈവം നമുക്ക് അങ്ങനെ ഒരു കഴിവോ ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ നമ്മളെ വെറുതെ കൊണ്ടുപോയി ശിക്ഷിക്കുന്നോ, വെറുതെ കൊണ്ടുപോയി ഇതാക്കും നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പറയും സ്വർഗത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോ അതൊരു ഇമാജിനേഷൻ ആണല്ലോ നമുക്ക്. അതൊക്കെ ഒരു, അല്ലെങ്കിൽ മരണത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അതൊക്കെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ്, അതൊരു ഇമാജിനേഷൻ ആണ്. അതൊക്കെ ഉണ്ടോ അല്ലേ നമ്മളിങ്ങനെ നമുക്കൊരു ഉറപ്പില്ല. പക്ഷെ ആക്ച്വലി അവിടെയാണ് ശരിക്കും റിയാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മേ ബി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്വപ്നം ഉണരുന്ന സമയത്ത് നമുക്കൊരു വെളിപാടുണ്ടാവും, അതൊരു സ്വപ്നമായിരുന്നു. ഇതുപോലെ തന്നെയാണ് ആഫ്റ്റർ ഡെത്ത് നമുക്കൊരു വെളിപാടുണ്ടാവും, ഇതൊക്കെ സ്വപ്നമായിരുന്നു. അവിടെയൊക്കെ പ്രാവർത്തികമായിരുന്നു. ആ വേൾഡ് എനിക്ക് എല്ലാം സാധ്യമായിരുന്നു, പക്ഷെ ഞാൻ വേസ്റ്റ് ചെയ്തു. ഞാൻ എന്റെ സാധ്യതകൾ വേസ്റ്റ് ചെയ്തു. എന്റെ മൈൻഡിന്റെ പവർ വേസ്റ്റ് ചെയ്തു. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എന്റെ പ്രതിനിധിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അല്ലെ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയും. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ കാണുന്നതൊക്കെ എന്താണ്? ഒരു മായയാണ്, ഒരു ഇല്യൂഷനാണ്. യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറഞ്ഞത് ബ്രഹ്മാണ്, പരമസത്യമാണെന്ന് പറഞ്ഞ പോലെ നമ്മള് അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിക പ്രമാണത്തിൽ പറയുമ്പോൾ ഇതൊരു പരീക്ഷണമാണ്, ഇതൊരു താൽക്കാലിക ഇത് മാത്രമാണ്, ഇതിനപ്പുറം ഒരു വേൾഡ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളെല്ലാരും ചിലപ്പോ ഞാൻ ഭയങ്കര സൈക്കോളജി എന്തെങ്കിലും പറയും, ഹ്യൂമൻ പെർസെപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ സംഭവം വിചാരിച്ച് വന്നതാവും. പക്ഷെ ഞാൻ പറഞ്ഞത് വേറൊരു പോലെയാണ്. എനിക്ക് നിങ്ങളോട് പറയണ്ടായിരുന്നത് ഇതേനും. എനിക്ക് കുറച്ച് ആൾക്കാരോട് ഇത് പറയണമായിരുന്നു. നമ്മൾ പലയിടത്തുനിന്നും കേൾക്കണാണ്. നമ്മളിത് പറയുന്ന സമയത്തും ക്ലാസ് എടുക്കുന്ന സമയത്തും തിരിച്ചു ചോദിക്കും, അത് നമ്മൾ ശരിക്ക് പഠിച്ചോനെ ചോദ്യം ചെയ്യണ പോലല്ലേ, എല്ലാം നമ്മളെ കൺട്രോളിലാണോ അല്ലെങ്കിൽ നമ്മളതിലാണോ എന്ന് ചോദിക്കും.
അപ്പൊ നമ്മളെ കൺട്രോളിൽ പറഞ്ഞാൽ നമുക്ക് നമ്മളെ പവർ പഠിച്ചോൻ തന്നുകൊണ്ടല്ലേ നമുക്ക് പഠിച്ചോൻ അങ്ങനെ ഒരു ജഡ്ജിങ് ഡേ തന്നിട്ടുള്ളത്, ഒരു വിധി നിർണയ ദിവസം തന്നിട്ടുള്ളത്. നമ്മൾക്കുള്ള കൺട്രോളിന്, നമ്മൾക്കുള്ള പവർ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് നാളെ നമ്മൾ ഉത്തരം പറയേണ്ടി വരിക. നമ്മളെ മൈൻഡിൻ്റെതായാലും നമ്മുടെ എല്ലാ നമ്മുടെ ഫിസിക്കൽ ബോഡി, ഫിസിക്കൽ മാറ്റർ ആയാലും ഒക്കെ നമ്മൾ എന്ത് ഇതിനെ ചെയ്തു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് നാളെ നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ട് വരുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. നമ്മൾ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ റിയാലിറ്റി ആണ്. നിങ്ങൾക്ക് ഇപ്പൊ നോക്കുന്ന സമയത്ത് എന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, ഇത് ഭയങ്കര, അതാണ് നിങ്ങളെ റിയാലിറ്റി എങ്കിലും ശരിക്കും അത് ദൈവത്തിന്റെ മുന്നിൽ വരുത്തുമ്പോൾ ദൈവം അതിന് വേറൊരു തലം കണ്ടുവച്ചിട്ടുണ്ടാവും. എവ്രിതിങ് ഹാപ്പൻഡ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ നമ്മളെല്ലാരും എപ്പോഴും പറയുന്നതാണ്. ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾക്കുള്ളിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ എന്താ പറയാ, അതോടുകൂടി ദൈവത്തിനെ പോലും നിന്ദിക്കുന്ന രീതിയിൽ എന്താണ് എനിക്ക് ഈ പ്രശ്നം, എന്തുകൊണ്ട് എനിക്ക് മാത്രം തന്നു നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അത് അതാണ് ശരിക്കും നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ദൈവത്തിന്. ഇത് നമ്മൾക്ക് നമുക്ക് ചോദിക്കാം, ദൈവം രണ്ട് തരത്തിൽ ചോദിക്കാം. എന്തിനത് തന്നോന്ന് ചോദിക്കാം. എന്തിനാണ് റബ്ബ ഇത് തന്നത്, ഇതിനെന്തൊരു കാരണം ഉണ്ടാവുമല്ലോ, ആ കാരണം എന്താണെന്നുള്ള രീതിയിൽ നമ്മളത് സീക്ക് ചെയ്യും. അപ്പൊ മാത്രം നമുക്ക് അതിന് റിയൽ ആയിട്ടുള്ള ആൻസർ തരും. ഞാൻ എന്റെ ലൈഫിൽ വന്ന സ്ട്രഗിൾസ് ഒക്കെ അതിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും എല്ലാം ഓക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ഓക്കെ ആയിട്ടില്ല. പക്ഷെ ഒന്നും ഓക്കെ അല്ലാത്ത സമയങ്ങളിലൂടെ കടന്നു വന്ന സമയത്ത് ഞാൻ ഭയങ്കര ഓക്കെ ആയി വന്നു. അപ്പൊ ഓരോ മനുഷ്യന്മാർക്കും എന്തെങ്കിലും ഇംപെർഫെക്ഷൻസോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ അതിലിരുന്ന് അതോടുകൂടി എല്ലാം നിർത്തിവെച്ചതെല്ലാം നിർത്താനാണുള്ളത്. ഇതിന്റെ എനിക്ക് എന്നും ഇങ്ങനെ തന്നെ പഠിച്ചോൻ തരുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പഠിച്ച നീതിമാനാണ്, എല്ലാവർക്കും ഒരേപോലെ തന്നെ. നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും സാധ്യതകൾ ഒരേപോലെ തന്നെ. എല്ലാവരുടെ മനസ്സും നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ അപ്പുറത്തിനേക്കാളും വിശാലമാണ് നമ്മളുടെ ഉള്ളിൽ എന്ന് പറയുന്നത്, നമ്മളുടെ ഉള്ളിലെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഉള്ളിലെ മൈൻഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, ആ ഉള്ളിലേക്ക് ഇറങ്ങി തിരിക്കുന്ന സമയത്ത് മാത്രമേ അതൊരു യാത്രയാണ്, അതൊരു ലോകമാണ്. നിങ്ങൾ അന്വേഷിക്കുവിൻ കണ്ടെത്താം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയാ, ഏഴാം ആകാശത്ത് പോയി, അല്ലെങ്കിൽ നിങ്ങൾ ചൊവ്വയ്ക്കും ഇവിടക്കൊക്കെ എന്താ പറയാ ചന്ദ്രൻക്കൊക്കെ പോയി അന്വേഷിക്കുക, അത് മാത്രല്ല. നമ്മുടെ ഉള്ളിലൊരു മനസ്സുണ്ട്, നമ്മളെ ഉള്ളിലൊരു ലോകമുണ്ട് നമ്മൾ കാണാത്ത. അവിടേക്കും കൂടി പോയി ഇടയ്ക്കൊന്ന് അന്വേഷിക്കുക, ഇടയ്ക്ക് നമ്മളെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്താണെന്നറിയോ മെച്ചം, നമുക്ക് കുറെ നമ്മളെ ഈ ഔട്ടർ, എന്റെ കുട്ടി ഇങ്ങനെ ചെയ്താലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ, ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നമായി ഇരിക്കണ നമ്മൾ എന്താവും, അതൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ളൊരു കാര്യത്തേക്ക് നമ്മൾ എത്തും. നമ്മള് ഈ റിയൽ ലൈഫിൽ കാണുന്ന ഭയങ്കര പ്രശ്നത്തിൽ നമ്മൾ ഇതാക്കുന്ന സമയത്താണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മളെ പ്രശ്നം കൊണ്ടാണ്, നമ്മളതിനെ നോക്കി കാണുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങോട്ട് വിധി എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ കുട്ടിനോട് ഞാൻ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്, പക്ഷെ എന്റെ കുട്ടി എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല. പക്ഷെ നിങ്ങള് പ്രതീക്ഷിക്കാണ് നിങ്ങള് പെരുമാറുന്ന മാതിരി കുട്ടി നല്ല രീതിയിൽ പെരുമാറണം, അത് കുട്ടിയല്ലേ, കുട്ടിക്ക് കുട്ടിയുടേതില്ലേ. അതേമാതിരി തന്നെയാണ് അയാൾ എന്നോട് ഇങ്ങനെയാണ് പെരുമാറിയത്, അപ്പൊ എനിക്ക് അയാളോട് അങ്ങനെ പെരുമാറേണ്ടി വന്നു. പക്ഷെ അയാൾ ഇങ്ങനെ പെരുമാറൂ, നമ്മളെങ്ങനെ തിരിച്ചു പെരുമാറുന്നുള്ളത് നമ്മളെ കൺട്രോളാണ്, നമ്മളെ നിർണയിക്കുന്നത്. ഒരാള് നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്ന സമയത്ത് നമുക്ക് തിരിച്ച് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയും. അത്രയും മോശമാണ് തിരിച്ച് മോശം രീതിയിൽ പെരുമാറുന്നത്. പക്ഷെ ഒരാള് മോശ രീതിയിൽ പെരുമാറുന്ന സമയത്ത് നമ്മൾ അയാളോട് എങ്ങനെ പെരുമാറണം, അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ നിർണ്ണയിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും ഓക്കെ ആയി, എന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഓക്കെ ആവുന്ന സമയം വരൂല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ അങ്ങനെ ഓക്കെ ആയാൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും, അതിനിപ്പോ നിങ്ങൾ വേണോ, എല്ലാവർക്കും പറ്റൂല, അതല്ലല്ലോ ഇവിടെ കാര്യം. അതിലെന്താണ് രസം, നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലാത്തൊരു സമയത്ത് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക പവർ ഉണ്ട്. അവിടെ നമ്മളിങ്ങനെ കുറച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സംഭവങ്ങൾക്ക് ഒരു പവർ ഉണ്ട്. ഏത് പ്രായമായിക്കോട്ടെ, എനിക്കും അത്യാവശ്യം നല്ല പ്രായമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഏജ് ഒരു മാറ്റർ അല്ല, നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഒരു മാറ്റർ അല്ല. നമുക്ക് തോന്നണം ഇതൊക്കെ മാറ്റർ ആണ്. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ, പക്ഷെ നമ്മള് അതിന് ഞാൻ ആരോടും ഇവിടെ എതിർത്ത് യുദ്ധമൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. മനസ്സിലിട്ടങ്ങട്ട് ആഗ്രഹിച്ചോ, സ്വപ്നം കണ്ടു, വെറുതെ സ്വപ്നം കണ്ടു, വെറുതെ ഇങ്ങനെ നമ്മൾ അറിയില്ലേ പകൽക്കിനാവ് കാണാന്ന് പറയുന്ന പോലെ പറയും, പൊട്ടത്തരം എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ കാണുന്നുണ്ടെന്നും പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ കണ്ടു.
ആ കാണുമ്പോ ചെറുതായിട്ട് 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 ഇങ്ങനെ നടക്കും. പക്ഷെ കാണുമ്പോ വാശി പിടിക്കരുത്. ഇത് കിട്ടണം, ഇത് കിട്ടിയേ മതിയാവും എന്നുള്ള രീതിയിൽ എന്നിട്ട് നിർബന്ധിച്ച് കാണല്ല. നമ്മള് ജസ്റ്റ് അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാ, ഫീൽ ചെയ്യാ, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാം. മനസ്സിന്റെ തലങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ ബുദ്ധി വികസിക്കും, നമ്മളെ ഉള്ളു വികസിക്കും. അപ്പൊ നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ മുന്നിൽ വരും. നമ്മളെ ഈ നമ്മളെ ഉള്ളിൽ തന്നെയുള്ള നമ്മളെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതിലൊക്കെ നമുക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് പുതിയ പുതിയ മനുഷ്യന്മാർ നമ്മളെടുത്ത് വരും. നമ്മള് എന്താണോ നമ്മൾ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള മനുഷ്യന്മാർ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ എത്താൻ തുടങ്ങും. അപ്പം സമയമൊക്കെ കുറെ ആയി എന്നൊരു ഡൗട്ട്. അപ്പൊ ഏതായാലും ആർക്കൊക്കെ എന്തൊക്കെ മനസ്സിലായിരുന്നു, എന്തെങ്കിലും കത്തിയിലോ നിൽക്കാറില്ല. ഇത് എന്ത് വട്ടാണ് ഇവിടെ വിളിച്ച് പറഞ്ഞു പോയതെന്ന് ചിന്തിക്കണോരുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഏതായാലും എനിക്ക് ഇങ്ങനെ എന്താ ഫ്രീ ആയിട്ട് പറയാൻ പറ്റിയൊരു ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിലൊക്കെ പറയാം. താങ്ക് യു സാബിക്ക മാം. നല്ലൊരു ഫ്ലോയിൽ ഇങ്ങനെ കേട്ടിരിക്കുന്നു പറയൂലേ. അതായത് പറയുന്ന കാര്യങ്ങളിലൂടെ ചിലർ നമ്മൾ കണക്ട് ആവുന്നു, ചിലർ നമ്മൾ എവിടേക്കോ കേട്ട കാര്യങ്ങൾ കണക്ട് ആവുന്നു. ആ ഒരു മോഡൽ എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ മോഡിൽ നിന്നപ്പോൾ എല്ലാവരും എന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഫോൺ എടുത്തിട്ടുണ്ട്. നാളെ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നാളെ അല്ല തിങ്കളാഴ്ച. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണല്ലോ ലാസ്റ്റിലേക്ക് പോയി അഡ്മിഷൻ എടുക്കാറില്ല. അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാർ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് അവർ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാനാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ലേ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കി നിന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിന് സോറി ചോദിക്കുകയാണ്. നല്ല സെഷൻ തന്നെയായിരുന്നു. ഒരു റീചാർജ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്കതാണ് ഫീൽ ചെയ്തത്. നമുക്ക് ഒരു ഒന്നും കൂടെ അറിയുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്, അറിയാത്തത് കുറേ ഉണ്ട്, പക്ഷെ ഒന്നും കൂടെ റീചാർജ് ആയി. പിന്നെ നമ്മൾ സെഷനിൽ ഇതുവരെ കവർ ചെയ്ത ടോപ്പിക്കിൽ വരാത്തൊരു സംഭവമായിരുന്നു ഈ ഒരു ഹാലൂസിനേഷൻ സ്റ്റേജ് എന്നില്ല, അല്ലെങ്കിൽ ഈ മായ കാണാന്നില്ല. എനിക്ക് ആ മൂവിയാണ് ഓർമ്മ വന്നത്. ആ സമയത്ത് എല്ലാവരും ചർച്ച ചെയ്ത സംഭവമായിരുന്നല്ലോ അത്. നിവിൻ പോളിന്റെ പുതിയ സർവ്വമായയാണ് പേരെന്ന് തോന്നുന്നു. ഇതിങ്ങനെ നമുക്ക് ഒരു മരിച്ച ഒരാളെ ഇങ്ങനെ കാണാന്നുള്ളൊരു ഫീല്. ആ സമയത്ത് ഞാനത് റീല് കണ്ടിരുന്നു. നമുക്കത് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്, സൈക്കോളജിന്റെ പാർട്ടാണ് അത് ഇതില്ല. കാരണം അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നതായിരുന്നു. ഭയങ്കര സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങളായിട്ട് നിന്ന് സെഷൻ എടുത്തത് എനിക്ക് പറയാൻ പറ്റും. കുറച്ചു കാലങ്ങൾ നിങ്ങൾ അറിയുന്ന വ്യക്തിയാണല്ലോ ഞാൻ. അതുകൊണ്ട് നമ്മളെ ഗൈഡ് പറയുന്ന പോലെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു. ആരെയും കാണിക്കാനോ ആരെയും ബോധ്യപ്പെടുത്താനോ എന്നല്ല. ശശിയിൽ ആൾ വരണം, എനിക്കിത് കുറച്ച് ആൾക്കാരോട് പറയണം, കുറച്ച് ആൾക്കാർക്ക് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. ആളെ ലക്ഷ്യം അത് നമ്മളെ ഇമ്പ്രസ് ചെയ്യാന്നുള്ള അല്ലാത്തതുകൊണ്ട് ആളെ ഉള്ളിൽ നിന്നാണ് വാക്കുകൾ വന്നിട്ടില്ല. അതെങ്ങനെ മനസ്സിലാവുന്ന വെച്ചെങ്കിൽ നമ്മൾ ഈ പുറത്തുനിന്ന് വന്ന് വെറുതെ മോഡിഫിക്കേഷൻ പറയാന്നെങ്കിൽ നമ്മളെ കണ്ണോ കയ്യോ സംസാരിക്കൂല. നമ്മൾ ഭയങ്കര ഫോർമലാണ്. നിങ്ങൾ എവിടെയെങ്കിലും സ്പീച്ചൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടേ, ഈ ചില പൊളിറ്റീഷ്യൻസിനോട് നമുക്കൊരു അടുപ്പം തോന്നില്ല. അതിന്റെ കാരണം അവർ നമ്മളിലേക്ക് വന്ന് സംസാരിക്കുക എന്ന് പറയുന്ന പോലെ ആളിവിടെ കംപ്ലീറ്റ്ലി ആളായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല ഒക്കെ. ഇവിടെ ഇരുന്ന ആളുകൾക്ക് കുറെ ആൾക്കാർക്ക് അത് കണക്ട് ആയിട്ടുണ്ടാവുമായിരിക്കും. ഒരു റീതിങ്കിങ് ആണ്, മൈൻഡിനെ കുറിച്ച് പഠിക്കാൻ ഒരു ആഗ്രഹം വന്നവരുണ്ടാവും. നമ്മള് അലയൻസ് സംസാരവും എല്ലാവരും മൂസായിട്ടൊക്കെ പറയുന്നതാണ്, നിങ്ങളെ മൈൻഡിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം വരുന്നത്. കാരണം അതൊരു ലിമിറ്റ് ഇല്ലാത്ത വേൾഡ് ആണ്. എടോ നമ്മൾ ഈ മാനിഫെസ്റ്റേഷനും വിഷ്വലൈസേഷനും ഒക്കെ തെറ്റാന്ന് പറഞ്ഞോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ ശരിയാന്നെങ്കിലും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാ. ശരിയാന്നെങ്കിൽ എന്ത് നഷ്ടം നമുക്കില്ലേ? സത്യമില്ലല്ലോ. പക്ഷെ അവിടെ വീണ്ടും പറയുന്നത് നമ്മളെ പഠിച്ചോനും യൂണിവേഴ്സ് തരുന്നില്ല രീതിക്കല്ല വിശ്വാസികളാകുമ്പോൾ പഠിച്ചോ നമ്മളതിലേക്ക് എത്തിക്കുന്നു. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ പോയി നോക്കിയാ നമ്മൾ ഇതിനൊക്കെ എതിരായിക്കോളിങ്ങൾ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് സത്യമാണെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. എന്താ ഒരാളെയും വേദനിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് എന്നില്ല. ആ രീതിക്കൊന്ന് എടുത്തു നോക്കുക, വെറുതെ ഈ സ്വപ്നങ്ങൾ കണ്ടു നോക്കുക. ലേഡീസ് ഇവിടെ കുറേ പേരുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ കുറെ ആൾക്കാരെ കണക്ട് ചെയ്യുമ്പോൾ പലരും പറയുന്ന ഇഷ്യൂ, എടോ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ പേയ്മെന്റിന്റെ പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നു അതൊരു ബുദ്ധിമുട്ടല്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മളെന്ന വ്യക്തി ഓക്കെ ആകുമ്പോൾ അതിന്റെ വഴികൾ തുറന്നു വരും. ഞാൻ പേയ്മെന്റിന്റെ പ്രശ്നം പറയുന്ന എല്ലാവരുടെ അടുത്തും പറയലുണ്ട്. അപ്പൊ നമ്മളെല്ലാ ശനിയാഴ്ചയും ഇതുപോലെ ഫ്രീ ക്ലാസ് കൊടുക്കലുണ്ട്. അല്ലാത്ത കുറേ ടീം ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അവരെ ഫ്രീ സെഷൻ നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യാം. പെയ്ഡ് സെഷനേ പോവുള്ളൂ, അവിടുത്തെ നോളജാണ് ഏറ്റവും വലുത്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കിയ നോളജ് സ്വീകരിക്കുമ്പോൾ ഒരവസ്ഥയാണിത്. നമ്മൾ ഈ വിജയത്തിലേക്ക് എത്തുക എന്നല്ല. നമ്മൾ ഈ 10 മാസം ചുമന്നിട്ടാണ് കുട്ടീനെ കിട്ടുക എന്ന് പറയുന്നുണ്ടല്ലോ. പഠിച്ചവനക്ക് വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് തരായിരുന്നല്ലോ. പക്ഷെ ഇതൊരു പാകപ്പെടലാണ്. ഞാൻ ഉമ്മയാകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ ഉള്ളിൽ വേറൊരു ജീവനും കൂടെ വരുന്നുണ്ട്, അപ്പൊ ഞാൻ ഒന്നുകൂടെ മാറേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ 10 മാസം പറയുന്നത്. പിന്നെ എല്ലാ സമയത്തും നമുക്ക് സ്വപ്നം കാണാൻ നമ്മൾ ഖുർആൻ തന്നെ എല്ലാ സമയത്തും പറയുന്ന ഒരു കാര്യമാണ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്.
പിന്നെ ഈ അത് എവിടെ പോസിബിൾ ആണെന്ന് വെച്ചെങ്കിൽ ഇന്ന മഴ ഉസിരി ഉസിരാന്ന് നമ്മളൊക്കെ സ്റ്റാറ്റസ് വെക്കും. പക്ഷെ റിയൽ ലൈഫിലോട്ട് നമുക്ക് എടുക്കാൻ കുറച്ച് പാടാ. കുറച്ച് എന്തെങ്കിലുമൊക്കെ വരും, ബുദ്ധിമുട്ട് വരുമ്പോൾ എന്നാലും പഠിച്ചോനെ ഞാനിങ്ങനെയൊക്കെ കണ്ടു, എന്നാലും ഇങ്ങനെ കട്ടിയില്ല, എന്നാലും പഠിച്ചോനെ എനിക്ക് മാത്രമേ ഈ പണി തന്നില്ല. അത് നമ്മൾ എടുക്കുമ്പോൾ അപ്പത്തെ നമ്മള് ഞാൻ പറയുന്നത് ഈ ചിന്തിക്കുന്നവർക്ക് ഇഷ്ടം നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയേ. നമ്മൾ അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിന്റെ കൂടെ എന്തോ എളുപ്പമുണ്ട് എന്നുള്ള സംഭവം. അതൊരു സത്യമായിട്ടുള്ള നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണ് എളുപ്പമുണ്ട്. അപ്പൊ ആ എളുപ്പത്തിന് നമുക്ക് വെയിറ്റ് ചെയ്താൽ പോരെ. എന്ത് പ്രശ്നം വരുന്ന സമയത്തും ഇത് ഈ പറയുന്ന പോലെ അത്ര ഈസി അല്ല. ഇത് എന്നോടും കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ പോലെ പെർഫെക്റ്റ്ലി എല്ലാ സമയത്തും മിസ്സിനെ ഓക്കെ ആയി എല്ലാ സിദ്ധാന്തങ്ങളും ഓക്കെ ആക്കുന്ന ആളെന്നുള്ള രീതിയിലൊന്നുമല്ല. നമ്മൾ എല്ലാവരും അല്ലേ സ്ഥാപിക്കാൻ വേണ്ടി ആരായി കഴിഞ്ഞാലും. പക്ഷെ നമുക്കത് മനസ്സിലാവുമ്പോൾ ഈ ഒരു യാത്ര ഒന്നുകൂടെ ആസ്വദിക്കാൻ പറ്റും. ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ കുറെ കൂടെ ഇവിടെ നമ്മൾ ഷഹീർക്ക് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ ഇന്ന് സംഭവിക്കുമെന്ന് മനുഷ്യന് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നില്ല. സത്യമാണത്. നമ്മളിപ്പോ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്, കാര്യങ്ങൾ ഓക്കെ ആവുന്നില്ല. പിന്നെ എല്ലാ സമയവും ഓക്കെ ആയിട്ട് ആരും ഒന്നും തുടങ്ങലില്ല. നമ്മൾ ഈ പണത്തിന്റെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. നമുക്ക് ആദ്യ സ്വപ്നം ഉണ്ടാവാം ആ പണം പറയണ്ട, ആരോഗ്യം ആലോചിച്ചാൽ മതി. ഇപ്പൊ എന്റെ ഇപ്പൊ ഹോസ്പിറ്റലിലാകുമ്പോൾ ഒരു ഇപ്പൊ ആരിപ്പോ ആണെങ്കിൽ ഹോസ്പിറ്റലിലാകുമ്പോൾ നമ്മൾ ആഗ്രഹം എന്തായിരിക്കും, ഇപ്പൊ ഒരു ICUലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അതൊന്നുണ്ടാവും. അത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവാം, ഇപ്പൊ ഒന്ന് കാര്യങ്ങളൊന്ന് അല്ലെങ്കിൽ ബോധമില്ലാണ്ട് എടുക്കണമെങ്കിൽ ബോധം വന്നിരുന്നെങ്കിൽ, പിന്നെ പറയും സംസാരിച്ചിരുന്നെങ്കിൽ, പിന്നെ പറയും ഒന്ന് അനങ്ങിയിരുന്നെങ്കിൽ, പിന്നെ പറയും അവരൊന്ന് നടന്നിരുന്നെങ്കിൽ, പിന്നെ പറയും ഇപ്പൊ എന്റെ കാര്യങ്ങളൊന്ന് ചെയ്തിരുന്നെങ്കിൽ, പിന്നെ നമ്മള് പോവാ ആ നമ്മള് ഇപ്പൊ ഒന്ന് ജോലി ചെയ്തിരുന്നെങ്കിൽ പറഞ്ഞ ഓരോ അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബേസിക് ആയിട്ട് വേണ്ട നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അടിപൊളിയാക്കണമെന്നില്ല. ഞാനും ചെറിയൊരു സെഷൻ മോഡിലേക്ക് സ്ഥാപിക്കാൻ തന്ന എനർജിയിൽ അങ്ങോട്ട് കടന്നു പോയി, സോറി. എന്തായാലും താങ്ക് യു സോ മച്ച്. അടിപൊളി സെഷൻ തന്നെയായിരുന്നു. വേറെ ആരാണ് ഫീഡ്ബാക്കോ സജഷനോ ക്വസ്റ്റ്യൻസോ ഒക്കെ ആയിട്ട് വരുന്നത്? ആരായിരുന്നു? കുറച്ച് ആൾക്കാരൊക്കെ ഷെയർ ഖാൻ, നിസാർ സാറ്, അതുപോലെ ഖാദർ സാർ, ഇവരൊക്കെ വീഡിയോ മോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആരാണ് ആദ്യം ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? ഹലോ, കേൾക്കുന്നുണ്ട്. ശരി സാറേ പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാൻ പറഞ്ഞോളൂ. ആ, ഓക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡത്തിന്റെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ മാജിദ് യൂണിക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ലഭിച്ചു. നമ്മുടെ മൈൻഡിന്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും, പിന്നീട് അത് സ്പിരിച്വൽ ലെവലിൽ നമുക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ബോധപ്പെടുത്തൽ കിട്ടി. അപ്പോ മാഡം അതിലെന്തോ ഒരാളിതൊരു ലേഡീനെ പനിച്ചു കിടക്കുന്ന ഒരു കഥ പറഞ്ഞിരുന്നു, ഇല്യൂഷൻ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട്. അപ്പോ അതിൽ എന്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലക്കുകളിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? നമ്മൾ ഏത് സമയത്താണ് നമ്മുടെ മലക്കുകളൊക്കെ നമ്മളെ അങ്ങനെ സമീപിക്കുമോ, വർത്താനം പറയും? എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അതാണോ ഇല്യൂസ്ട്രേഷൻ എന്ന് എനിക്ക് അറിയത്തില്ല. അത് മാഡത്തിന് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. പിന്നെ ഒരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പം പൊതുവെ നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, അങ്ങനൊക്കെ ഒരുപാട് അത് കാണാനാണ് ഈ മൈൻഡ് പവർ വെച്ചുള്ള ക്ലാസ് നടക്കുന്നത്. അപ്പൊ അതിലിപ്പം പ്രധാനമായിട്ട് ഒരു പ്രചരിക്കുന്നുണ്ട് ഈ 111, 222 അങ്ങനെയൊക്കെ നമ്മൾ എഴുതിയാലോ അല്ലെങ്കിൽ പറഞ്ഞാലൊക്കെ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് വിശ്വാസത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഭവം എഴുതിയാല് അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം കൂടെ അറിയാൻ താല്പര്യം. താങ്ക് യു. താങ്ക് യു ഷാൻ സർ. ഞാൻ മറുപടി പറയട്ടെ മിസ്ന? ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓക്കെ. അപ്പം നമ്മളിപ്പോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യം പലർക്കും ഇതൊരു പ്രശ്നമായി വരുന്നത് എപ്പോഴാണ്? യൂണിവേഴ്സിനോട് നമ്മളൊരു കാര്യം ചോദിക്കുക. ഞാൻ പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഓരോരുത്തർ ചോദിക്കുന്നത്. അതൊരു ശരിക്കും ഒരു തെറ്റല്ലേ? യൂണിവേഴ്സിനോട് നമ്മൾ ശരിക്കും ഒരു കാര്യം ചോദിക്കാം, അങ്ങനെ ഒരു ഇതുണ്ടോ? നമ്മൾ ശരിക്കും പഠിച്ചവനോടല്ലേ ചോദിക്കേണ്ടി എന്നുള്ളത്. അത് ഒരാള് നമ്മള് പഠിച്ചോന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു വേർഡാണോ? യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സൽ പവർ എന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലെ നമ്മള് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരു പ്രയർ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓരോന്നിനും ഓരോ ഫോം ഉണ്ടാവും. നമ്മള് പ്രാർത്ഥിക്കുമ്പോ ഉത്തരം കിട്ടുമെന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഫോക്കസ് ആയിക്ക് പോകുന്നുണ്ട്. വെറുതെ ഉത്തരം തരൂലല്ലോ. നമ്മൾ പ്രാർത്ഥിച്ച് ഓരോരുത്തർ ഇങ്ങനെ ഇരുന്നാല് പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നിസ്കാരപ്പായിട്ട് ഫുൾ ടൈം ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കണം, അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് തരും? അല്ല. അപ്പൊ അതിനൊരു നമ്മൾ കൊടുക്കണ നമ്മളെ മൈൻഡിൽ കൊടുക്കണം. ശരിക്കും ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫോക്കസ് ആയിക്ക് പോകും.
നമ്മളെ ഫോക്കസ് ആയിക്ക് പോകുമ്പോൾ നമ്മളെ കുറെ നമ്മള് എനിക്കും നിങ്ങൾക്കാരെ നമ്മളൊരു 3 അടി മീറ്റർ വരെ നമുക്കൊരു എനർജി ലെവൽ ഉണ്ട്, ഒരു എനർജി വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ ഈ വൈബ്രേഷൻ ബ്രേക്ക് ആവും. നമ്മൾ നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് ഈ വൈബ്രേഷൻ ബ്രേക്ക് ആവും. അല്ലെങ്കിൽ ഈ വൈബ്രേഷൻ വരുന്ന മറ്റുള്ളവർക്ക് കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ബാഡ് രീതിയിലാവും. അപ്പൊ നമ്മളെ മൈൻഡ് ഓക്കെ ആവുന്ന സമയത്ത്, നമ്മളൊരു കാര്യത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഫുൾ ഇന്റൻഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പ്ലാൻ അവിടെ കിട്ടും. നമുക്ക് അവിടെ ഒരു പ്ലാൻ കിട്ടും, അതിലൊരു ബിലീഫ് വരും, അതിലൊരു വിശ്വാസം വരും. അത് നമ്മൾ ഈ ലോകത്ത് നമ്മളെ കൊണ്ടാവുന്ന തലങ്ങൾ ചെയ്യുന്നതാണത്. നമ്മളെ ഈ മൈൻഡിന്റെ പവർ വെച്ചിട്ട് അതും തരുന്ന ആള് പഠിച്ചോനാണ്. അതൊക്കെ തരുന്ന ആള് പഠിച്ചോനാണ്. നമ്മൾ പറഞ്ഞല്ലോ മലക്കുകൾ ഉണ്ട്. മലക്കുകൾ ഞാൻ പറഞ്ഞു ഇത്ര ഇതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളോ ഇപ്പുറത്തേക്കുള്ള കാര്യങ്ങളോ കാണാൻ പറ്റില്ല. അവിടെയൊക്കെ കുറെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ വോയിസസ്, അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കുറെ കാര്യങ്ങൾ വോയിസസ്, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത കുറെ ഘടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം അത്രയും തീവ്രമായി ആഗ്രഹിച്ചാൽ പ്രപഞ്ചം അതിനുവേണ്ടി ഗൂഢാലോചന നടത്തും എന്ന് പറയുന്ന സമയത്ത് നമ്മള് ആ ഒരു കാര്യത്തിന് അത്രയും തീവ്രമായി പ്യുവർ ഇന്റൻഷനോട് കൂടി വെക്കുന്ന സമയത്ത് നമുക്കറിയത് നടത്തി തരുന്ന ആള് പഠിച്ചവനാണ്. നമ്മൾ എന്തുകൊണ്ട് ഡോക്ടറെ സമീപിക്കുന്നു? ഒരു രോഗം വരുമ്പോ മാറ്റുന്നത് ഡോക്ടർ ആണെന്ന് പറഞ്ഞാലും മാറ്റുന്ന അൾട്ടിമേറ്റ് ആള് പഠിച്ചോൻ തന്നെയാണ്. നേരെ തിരിച്ച് നമ്മൾ ഡോക്ടറെ അടുത്ത് ചികിത്സ തേടാതെ ഇവിടെ ഇങ്ങനെ വെറും പ്രാർത്ഥന കൊണ്ടിരിക്കുമോ? എന്തുകൊണ്ടാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്? പ്രാർത്ഥിച്ച് മാത്രം ഇരുന്നാൽ പോരെ. എന്തുകൊണ്ട് നമ്മൾ സൈക്കോളജി മൈൻഡിന്റെ തലങ്ങൾ പഠിക്കുന്നു? ഈ മനസ്സെന്ന് പറഞ്ഞത് പഠിച്ചോൻ തന്നതാണ്. ഇതൊരു പഠിച്ചോന്റെ പവർ. നമുക്ക് ഇങ്ങനെ ഒരു ഇത് പഠിച്ചോൻ തരാന്ന് പറഞ്ഞാൽ അതൊരു രസല്ലേ? അതത്രയും പഠിച്ചോനെ നമുക്ക് തന്നൊരു ഇതല്ലേ? അങ്ങനെ ഒരു പവറോ അങ്ങനെ ഇതോ തരാത്തൊരിടത്തോളം. ഇറാ ഗുഹയിൽ നബി ധ്യാനം ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നബിക്ക് കുറെ ഇൻഡ്യൂഷൻസും കാര്യങ്ങളും വന്നു എന്ന് പറഞ്ഞു. ഇതിനൊക്കെ ലോജിക്ക് തിരയുന്ന കുറെ മനുഷ്യന്മാരില്ലേ? ഇപ്പം മെഡിറ്റേറ്റഡ് സ്റ്റേറ്റിൽ പോകുന്ന സമയത്ത് അതൊക്കെ നമുക്കൊരു അടയാളങ്ങളാണ്. അവിടെ നിന്നൊക്കെ നമുക്ക് കുറെ പാഠങ്ങളുണ്ട്. നമ്മൾ അതേപോലെയാണ് എന്നല്ല, പക്ഷെ അതിന്റെ ചെറിയ എന്തൊക്കെയോ ഫോം പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടിമക്ക് അവൻ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ അവൻ എന്നുള്ളത്. അപ്പം നമുക്കറിയാം ഇതൊക്കെ പഠിച്ചോനെ തന്നെ. പിന്നെ ഇപ്പൊ ഈ 11 ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടക്കും എന്നുള്ളതല്ല പറയണത്. ആ സമയത്ത് നമ്മൾ ആ തോട്ട് വിചാരിച്ചാൽ നടക്കും എന്നുള്ളതിലപ്പുറം ഞാൻ മനസ്സിലാക്കിയത്തോളം നമ്മള് ആ ഒരു ടൈം കാണുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ എന്താണോ വന്നിട്ടുള്ള ചിന്ത നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ചിന്ത നടക്കും എന്നുള്ളതാണ്. ആ ചിന്ത അതൊരു പ്രഡിക്ഷൻ പോലെയാണ് പറയുന്നത്. അത് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം. അതൊരു തെറ്റാണ് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്യരുത്. അതാണ് തെറ്റ്. നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് തോന്നിയ പിന്നെ നിങ്ങൾ ചെയ്യരുത്. പക്ഷെ അത് ശരിയാണെന്ന് തോന്നുന്ന ഒരാളെ അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. കാരണം അയാളെ മൈൻഡിലുള്ള ഇന്റൻഷനും അയാൾ കൊടുക്കുന്ന കാര്യങ്ങളും അത് അയാൾക്ക് മാത്രം അറിയുള്ളൂ. അപ്പം എനിക്കൊരു കാര്യം തെറ്റാണെന്ന് തോന്നിയിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അത് ശരിയാണ് ഇക്കാരം എന്നൊക്കെ വിചാരിച്ച് ചെയ്യുമ്പോൾ അവിടെ എന്റെ വിശ്വാസത്തിന് പ്രശ്നം വരികയാണ്. അവിടെ എന്റെ വിശ്വാസത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അത് എനിക്ക് പ്രശ്നമാണ്. പക്ഷെ അവിടെ എനിക്ക് ഓരോരുത്തരും ഈ പെർസീവ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പം ഇതെല്ലാം പഠിച്ചോൻ തന്നെയാണ് തരുന്നത്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ മാത്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ക്വാണ്ടം ഫിസിക്സിലൊക്കെ നമ്മൾ ഈ ബ്ലാക്ക് ഹോള് വൈറ്റ് ഹോൾ ഒക്കെ പറയുന്ന സമയത്ത് പഠിച്ചോനല്ലേ ഇപ്പൊ അതൊക്കെ ഇതാക്കണം, അങ്ങനെ ഒരു ലോകം ഉണ്ടോ, പഠിച്ചോ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ മനുഷ്യന്മാര് കുറെ കാൽക്കുലേറ്റ് ചെയ്തും അനലൈസ് ചെയ്തും ഒക്കെ ഇങ്ങനെ ഒരു അസംഷനാണ് ഇങ്ങനെ ആവാം എന്നുള്ളത്. അപ്പൊ ഈ അസംഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറെ ആളുകൾക്ക് നമ്മൾ ഇതൊരു റേഷ്യോ നോക്കും. ഇത്രയും പെർസെന്റേജ് ആളുകൾക്ക് ഇത് വർക്കാവുന്ന സമയത്ത് അതിലൊന്ന് പോയി നോക്കണം ആളുകൾ. അതും ചോദിക്കണത് ആരോടാണ്? ദൈവത്തിനോടാണ്. അല്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. എല്ലാവർക്കും ഒരേ വിശ്വാസമല്ല. ചിലർ യൂണിവേഴ്സ് എന്നുള്ളൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിനോട് അങ്ങനത്തെ ഒരു ഇതിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി മനുഷ്യന്മാര് യൂണിവേഴ്സ് എന്ന് പറയുന്നത് വെച്ചാല് പലർക്കും ഈ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ലിമിറ്റ് ആയിട്ടാണ് ഓലെ ഉള്ളിലുള്ളത്. ഭയങ്കര കൺസ്ട്രിക്റ്റഡ് ആയിട്ടാണ്. ഞാൻ ഈ തെറ്റ് ചെയ്താൽ ഇതിങ്ങനെ തെറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന ഒരാളാണ് ദൈവം എന്നുള്ള രീതിയിലാണ് പലരും ദൈവത്തിന് ഇതാവുന്നത്. ജഡ്ജ്മെന്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. വിധി നിർണ്ണയിക്കാനും ജഡ്ജ് ചെയ്യാനുള്ള പവർ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യന്മാരിതിങ്ങനെ ഒരു കൺസ്ട്രക്റ്റഡ് ആയിട്ട് ഇങ്ങനെ മാത്രമേ പോകാൻ പാടുള്ളൂ, ഇങ്ങനെ മാത്രമേ ഇതാക്കാൻ പാടുള്ളൂ, ഇത് മാത്രമാണ് ഇതെന്ന് പറഞ്ഞ സമയത്ത് നമുക്കറിയാം ദൈവം എന്ന് പറഞ്ഞത് വിശാല
മനസ്സുള്ള അല്ലെങ്കിൽ ഹൃദയത്തിക്കാണ്, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്കാണ് ദൈവം നോക്കുന്നത്. അവിടെ നിങ്ങൾ എന്ത് ഇന്റൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അപ്പം നിങ്ങള് ഒരു ഇത് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അവിടെ നിങ്ങളെ ഇന്റൻഷൻ എന്താണ്, നിങ്ങൾക്കത് പ്രശ്നമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്. അത്രേ പറയാനുള്ളൂ. അത് ബോധ്യമാവുന്ന സമയം, ഇപ്പൊ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് എനിക്കിപ്പോ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് നിങ്ങളെ ബോധിപ്പിക്കാനാവുന്ന രീതിയിൽ നമ്മളൊരു മാനിഫെസ്റ്റേഷൻ ക്ലാസ് അല്ലല്ലോ അത്. പക്ഷെ അത് ബോധ്യമാകുന്ന ഒരു മൊമെന്റിൽ മാത്രം നിങ്ങൾ അത് ചെയ്യാൻ പാടുള്ളൂ. നമ്മള് കുറെ റീൽസ് കാണുന്ന കുറെ സംഭവങ്ങൾ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രവർത്തിച്ചു നോക്കുമ്പോ ഒന്നുമില്ല. ഇപ്പൊ നമ്മളോട് ജെന്യൂൻ ആവുക. ഇപ്പൊ ഒരു ടാസ്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് വെറുതെ ചെയ്തു എന്ന് അവിടെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്. ആ ടാസ്ക് എന്തിനു ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഇന്റൻഷൻ ക്ലിയർ ആക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുക. അതിന്റെ യഥാർത്ഥ വശത്തോട് കൂടി ചെയ്യുക. അല്ലാതെ ഇത് ഇപ്പൊ ഞാനിങ്ങനെ ഫോർഗീവ്നെസ് ഇങ്ങനെ വെറുതെ എഴുതി പോകുന്നു. ഞാൻ ഫോർഗീവ്നെസ് ഇത്ര പ്രാവശ്യം ചെയ്തല്ലോ, ഞാൻ ഇത്ര ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തല്ലോ, എന്നിട്ട് എന്തെന്റെ ലൈഫിൽ നടക്കാത്തെന്ന് ചോദിക്കുമ്പോ അവിടെയാണ് പ്രശ്നം. പക്ഷെ എന്തിനു നമ്മളിത് ചെയ്യുന്നു, എന്തിനു മെഡിറ്റേഷൻ ചെയ്യുന്നു, എന്താണ് അഫർമേഷൻ, എന്താണ് വിഷ്വലൈസേഷൻ, എന്താണ് മാനിഫെസ്റ്റേഷൻ, ഇതൊക്കെ വലിയൊരു സ്റ്റോറിയാണ്. ഇത് ഇത് എവിടുന്ന് ഒരാൾ പറഞ്ഞിട്ട് അത് തെറ്റല്ലേ എന്ന് തോന്നിയാല് അത് നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ അത് കൂടുതൽ പഠിക്കുന്ന സമയത്ത് അത് ശരിയാണോ അല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ അതില് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, എന്നിട്ട് മാത്രം അത് ശരിയാണോ തെറ്റാണോ. എനിക്കത് ശരിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് തെറ്റാണെങ്കിൽ ഞാൻ അത് നിങ്ങളോട് ശരിയാണെന്ന് പറയൂല. ഇത് നിങ്ങളെ ഇതാണ്. നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് അങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് അവനവനെ കൊണ്ട്. ചിലർക്ക് പ്രയറിന് ഭയങ്കര പവർ ആവും. എനിക്ക് ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് പവർ കിട്ടേണ്ട പ്രയറിനെന്ന് എനിക്കറിയുണ്ടാവും. അതേപോലെ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് അത് വർക്കായി വരൂല. അത് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഭയങ്കര പവർ കിട്ടാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ആയിക്കോളണം എന്നില്ല. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആയിക്കോളണം. അപ്പൊ ഓരോ മനുഷ്യന്മാർക്ക് നമ്മളെ മനസ്സിലാക്കാം. എത്ര ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും എത്ര ഇതായാലും ഒരാൾക്ക് ഒരാളെ മാറ്റാൻ പറ്റൂല. ഒരാൾക്ക് ഒരാളെ ലൈഫിലും കടന്നു വരാനോ ഒന്നും ചെയ്യാൻ പറ്റൂല അൺടിൽ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത് വരെ, നമ്മൾ വിചാരിക്കുന്നത് വരെ. ഓരോരുത്തർക്ക് സജഷൻസ് തരാൻ പറ്റും, കുറെ കാര്യങ്ങൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ട്. ഞാൻ ഒരു പുസ്തകം വായിച്ചാൽ ആ പുസ്തകത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് എഴുതിയ ആളെ ബോധത്തിന്റെ അത്ര മാത്രമേ ആ പുസ്തകത്തിലുള്ള അറിവുകളുള്ളൂ. എല്ലാത്തിന്റെ അപ്പുറം ഏറ്റവും എറ്റേണൽ പവർ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഉത്തരം ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അത് ലോജിക്കായി തോന്നണില്ലെങ്കിൽ അത് മുറുകെ പിടിക്കണം എന്നില്ല. പക്ഷെ മലക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, അത് ഉള്ള കാര്യമാണ്. നമ്മൾ ഈ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ ഇതിങ്ങനെ കൂടുതലായി പോകുമ്പോ നമ്മൾ ഗൈഡിന്റെ അടുത്ത് നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, നമ്മള് ഇതൊക്കെ എന്താ പറയാ, ഇത് പ്രാർത്ഥിക്കുമ്പോ അതിങ്ങനെ കാത്തു നിൽക്കണ മലക്കുകൾ അവിടെ ഉണ്ട്, അത് കൊണ്ടു കൊടുക്കണ മലക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ട്. ഒരാളെ ഒരാളെങ്ങനെ കൂടുതൽ നിങ്ങൾ നോക്കേണ്ടി കുറെ ഒരാളിങ്ങനെ വിളിക്കണം വിചാരിക്കുന്ന സമയത്ത് ആൾ തിരിച്ചു വിളിക്കും. അത് എന്താ കണക്റ്റഡ് ആയത് നമുക്ക് തന്നെ മനസ്സിലാവില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് ഉറപ്പാണ് നിങ്ങൾ ഒരാളെ നല്ലോണം സ്നേഹിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും. നിങ്ങളൊരു കാര്യം ഇന്ന് നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എത്ര നിങ്ങളെ ലോജിക്കിന് നിരക്കാത്തായിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നാളെ മറ്റന്നാളെ എന്തെങ്കിലുമൊക്കെ റബ്ബ് അത് തരും. പക്ഷെ അത് തരണമെന്ന് വാശി പിടിക്കരുത്. തരണമെന്ന് വാശി പിടിക്കുമ്പോൾ അതിന്റെ ഇന്റൻഷൻ മാറും. അങ്ങനെ ആഗ്രഹിക്കുക, ഫീൽ ചെയ്യുക, അതാണ് നമ്മളൊരു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം കിട്ടിയിട്ടൊന്നും, എല്ലാം കിട്ടി സാറ്റിസ്ഫൈഡ് എന്നുള്ളൊരു വേൾഡ് അല്ലല്ലോ നമ്മള് ഈ ഒരു ജീവിതം എന്ന് പറയും. ഓക്കെ എന്നല്ല ഇപ്പം. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ വേറെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ടൈം ഇങ്ങനെ പോകില്ല, അങ്ങനെ പറഞ്ഞു. ഷെയർക്കായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ. പിന്നെ ഇതിലേ നമ്മളിപ്പോൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കില്ല, ഇങ്ങനെ വിശ്വാസത്തിൽ സംശയം വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കല്ലോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും നമ്മൾ വിശ്വസിക്കല്ലോ. പഠിച്ചവൻ്റെ അടുത്ത് നിസ്കാര ശേഷം അല്ലാത്ത സമയത്തൊക്കെ ആ ഉത്തരം കിട്ടും നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു സംഭവമല്ലേ, അതിന് പറയുന്ന പേരാണ് ഈ മാനിഫെസ്റ്റേഷൻ. ശരിക്കും മനസ്സിലായോ? സിമ്പിളായിട്ട് അത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ഈ പ്രാർത്ഥിക്കല്ലോ, അപ്പൊ നമുക്ക് ഈ ഉത്തരം കിട്ടുന്ന ഒരു വിശ്വാസമില്ലേ, അതിനെ പറയുന്ന പേരാണ് മാനിഫെസ്റ്റേഷൻ. പ്രപഞ്ചം ഒന്നും ആലോചിക്കണേ, സിമ്പിളായിട്ട് നമ്മളതാ പറഞ്ഞു കൊടുക്കേ. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവർ പഠിച്ചവന് എനിക്ക് മാറ്റി തന്നെ നമ്മളൊരു പ്രതീക്ഷയിലാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന ഒരു പേരായിട്ട് മാനിഫെസ്റ്റേഷനെ കണ്ടാൽ മതി. പിന്നെ അതുപോലെ ഈ ഒരു മാനിഫെസ്റ്റേഷന്റെ കേസിൽ കുറെ ആൾക്കാർക്ക് നമ്മൾ ഇപ്പോഴത്തെ ആരോ എനിക്കും പറഞ്ഞൊരു സംഭവം അത്ര കണ്ടാൽ മതി മോളെ, വേറെ ഒന്നും പ്രശ്നമാക്കണ്ട. പിന്നെ നമുക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഭയങ്കര ഹൃദയം അറിഞ്ഞ് പഠിച്ചവനോട് ചോദിച്ചൊരു കാര്യം, ഈ തഹജ്ജുദിന്റെ സമയത്ത് ചോദിച്ചൊരു കാര്യം എന്നൊക്കെ പറയുമല്ലോ,
നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് നമ്മളെല്ലാം മറന്ന് പഠിച്ചവന് മുന്നിൽ സറണ്ടർ ചെയ്ത് ചോദിച്ചൊരു സംഭവമാവില്ലേ. അതാണ് ഈ പറയുന്നത്, ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിൽക്കും എന്നൊക്കെ പറയണില്ലേ. ഇതൊക്കെ നമ്മൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, നമ്മളെ പ്രതീക്ഷനെ പറയുന്ന ഒരു ടേം ആണിത്. അത് കണ്ടു. ഇപ്പം ഈ നാളെ ഞാൻ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം എന്ന് നമ്മൾ കാര്യങ്ങൾ നീട്ടി വെക്കുന്നതിന് ഒരു ടേം പറയൂലേ, പ്രൊക്കാസ്റ്റിനേഷൻ. അതുപോലെ ഈ ഒരു സംഭവത്തിന് പറയുന്ന ഒരു പേരായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിരിക്കും. മറ്റേ നമുക്ക് പേടിയൊക്കെ പഠിച്ചവന് മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന ഒരാളാകുമ്പോൾ ഇതൊരു ഷിർക്കാവോ, പഠിച്ചവനോട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പങ്കുചേർക്കല്ലേ. ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഞാനും ചോദിച്ചിട്ടുണ്ട് ഒരാളടുത്തതുപോലെ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഇതാ പറഞ്ഞത്, പ്രാർത്ഥനയ്ക്ക് നമ്മളൊരു മോള് പ്രാർത്ഥിക്കില്ല, അപ്പൊ ഒരു ഉത്തരം കൊണ്ട് ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിനെ കാണുന്നൊരു സംഭവമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ ഇത് ഖുറാനിലും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് നൽകാം. അപ്പൊ നമ്മളെ വിശ്വാസത്തിനെ ബാധിക്കുന്നില്ല. പിന്നെ അവിടെയും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ തഹജ്ജുദിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ എന്നെ ഓർക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. പിന്നെ നമ്മൾ കേൾക്കുന്നതാണല്ലോ, നമ്മൾ അത്രയും എന്തെങ്കിലുമൊക്കെ കരയാണെങ്കിൽ മലക്കുകളോട് പടച്ചോൻ ചോദിക്കും, എൻ്റെ അടിമ എന്തിനു വേണ്ടിയിട്ടാണോ കരയുന്നത്, അവനക്ക്. അപ്പോൾ കരയാന്ന് പറയുമ്പോൾ അതിൽ മനോഹരമായ ഒന്നിനെ കൊണ്ട് അവനെ പൂർണ്ണമാക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ വിശ്വാസം ബന്ധപ്പെടുത്തുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞ്. സിമ്പിളായിട്ട് കണക്ട് ആയിട്ടാണ് വിശ്വസിക്കുന്നത്. ഇൻഷാല്ലാ. നെക്സ്റ്റ് ആരായിരുന്നു? താങ്ക് യു ഷാബിക്ക മാം, ഷെയ്ർ സർ. വേറെ ആരായിരുന്നു ഫീഡ്ബാക്ക് പറയാനോ ഡൗട്ടിനോ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചോ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അറിയിക്കാം കേട്ടോ. ഇവിടെ ഏകദേശം 16 പേരോളം കാണുന്നുണ്ട് ലെഫ്റ്റ് ആവാണ്ട്. എന്തെങ്കിലും ആഡ് ചെയ്യാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. നജീബ മാം, ജുമൈല മാം, ശ്രീവർഷ മാം, സുനീറ മാം, നിസാർ സർ, ഉനീസ് സർ, ഇബ്രാഹിം സർ, ജാഫർ സർ, ഹന്ന മാം, ഖാദർ സർ. മാം, ഹന്ന മാം പറഞ്ഞോളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് മാജിദ് യുണിക്നെസിന്റെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണത്. ഓക്കെ ഓക്കെ. ഭയങ്കര സന്തോഷമുണ്ട്, നല്ല ക്ലാസ് ആയിരുന്നു. ഞാന് ഇപ്പൊ 10th കഴിഞ്ഞ് +1ലേക്കാണ്. അപ്പോ എന്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് അറിയണത് ഫസ്റ്റ് ആയിട്ട്. അപ്പോ എന്താ ഇങ്ങനെ നമ്മള് ഒരു പബ്ലിക് സ്പീക്കർ ആവാന്നൊക്കെ നല്ല താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതിനുള്ളൊരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടോ അറിയില്ല. അപ്പോ എന്താ പറയാ, നമ്മൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ക്ലാസ്സുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒന്ന് കയറി നോക്കിയതാണ്. കഴിഞ്ഞ ശനിയാഴ്ച എന്നോട് പറഞ്ഞത്, കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പൊ ഇപ്രാവശ്യം കയറി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ വീഡിയോസ് ഇതിന്റെ റെക്കോർഡ് ഇത് റെക്കോർഡ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത്. ഞാൻ യൂട്യൂബില് വീഡിയോസ് കാണാറുണ്ട്. ഭയങ്കര സന്തോഷം. നല്ല നല്ല ക്ലാസ് ആയിരുന്നു സാബിക്ക മാമിന്റെ. താങ്ക് യു മാം. അതുപോലെ എന്താ പറയാ, നല്ല മൈൻഡിനെ കുറിച്ചൊക്കെ, നമ്മളെ മൈൻഡ് ലിമിറ്റഡ് അല്ല എന്നുള്ളൊരു കാര്യം ഇത് നന്നായിട്ട് മനസ്സിലായി. നമ്മള് എത്രത്തോളം ഇമാജിൻ ചെയ്യണം അത്രത്തോളം നമുക്ക് ഉയരാൻ പറ്റും എന്നുള്ളതും മനസ്സിലായി. താങ്ക് യു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം പ്ലീസ്. താങ്ക് യു മാം. താങ്ക് യു ഹന്ന മാം. ഒരു പബ്ലിക് സ്പീക്കർ ആവാൻ ആഗ്രഹമില്ല, ഇപ്പൊ മോളെ +1ലേക്കാണെന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ സാബിക മാം പറഞ്ഞൊരു കാര്യമാണല്ലേ, സിറ്റുവേഷൻ എന്തായിക്കോട്ടെ ഡ്രീം ചെയ്യുക. പിന്നെ പേയ്മെന്റിന്റെ പ്രശ്നം അല്ലെങ്കിൽ പാരന്റ്സ് ഇപ്പോൾ ഓക്കെ ആക്കുന്നില്ല എന്നുള്ളടത്ത് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് അങ്ങനത്തെ ഫ്രീ സെഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കുറേ ടീമിന്റെ ഫ്രീ ക്ലാസ്സുകളുണ്ട്, യൂട്യൂബിലുണ്ട്. അങ്ങനെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ ഈ നമ്മളിവിടെയൊക്കെ പറയലുണ്ട്, പശുവിനെ കെട്ടിയിട്ടിട്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ലേ, തവക്കുൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ. അതുപോലെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് സമയമുള്ളതാണ്, വെക്കേഷനാണ്, ഫ്രീ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മളെ ഈ പ്രസന്റേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ ഫോണിൽ തന്നെ ഉള്ള ഫോണിൽ വീഡിയോ എടുത്ത് എവിടെ അപ്ലോഡ് ഒന്നും ചെയ്യണ്ട, എടുത്തിട്ട് നമുക്ക് തന്നെ ഒന്ന് ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കാം. പിന്നെ നമ്മളെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നോക്കാം, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ നമുക്ക് പതിയെ പതിയെ നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പഠിച്ചോനെ എന്നെ പതുക്കെ എത്തിച്ചെന്നോളും. പിന്നെ എനിക്ക് സ്റ്റുഡൻ്റ് എനിക്ക് അതുകൂടെ കണക്റ്റഡ് ആവും. ഇപ്പം ഞാൻ പെയ്ഡ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മയൊന്നും പറയലില്ല. മറ്റേ ആദ്യം ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഇപ്പത്തിന് എനിക്ക് പൈസ, എന്തിനാണ് കാര്യങ്ങൾ. ഞാൻ ചെയ്തിരുന്ന സംഭവം അവരെ മുന്നിൽ നിന്ന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരുന്നു. വീട്ടിൽ ചിലപ്പോൾ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ടാവും ക്ലാസ് കേൾക്കുന്നുണ്ടാവും, ഇങ്ങനത്തെ ഫ്രീ സെഷൻ എന്തെങ്കിലും അങ്ങനെ നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ. അങ്ങനെ അപ്പോൾ പാരൻസിനും ഇത് ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, വെറുതെ പൈസ കൊണ്ടുപോയി കളയാനുള്ള എന്നുള്ള ബിലീഫ് അവർക്ക് വരും. അങ്ങനെ മോളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്യാന്നില്ലാണ്ടോ എന്നാ പറയാനില്ല. ഇൻഷാല്ല വഴിയിൽ അടിപൊളി ഒരു സ്പീക്കർ ആവാനും കാര്യങ്ങൾക്കൊക്കെ പറ്റട്ടെ ഇൻഷാല്ല. താങ്ക് യു. താങ്ക് യു മാം. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ല, ഓളിപ്പോ ഒരു മാജിദ് യുണീക്നെസിന്റെ ഒരു ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജോസഫ് സാർ വന്ന ക്ലാസ്സിൽ. ഓ ഹായ. അപ്പം
ആ ഹായ് ആണ് ഹായ് ആണ്. ആ ഓക്കെ ഓക്കെ. ഹായ്, നമ്മളെ സ്റ്റുഡന്റ് ആണ്. ആ ആ ഓള് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ കേറിയത്. ആ അപ്പൊ ഓക്കെ ഓക്കെ. എന്താ പറയാ, മറ്റേ ഞാന് ഞാൻ ഇപ്പാട് ഇങ്ങനെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ഇപ്പൊ നല്ല സപ്പോർട്ട് തന്നു. ആ ഓക്കെ, ഇതിനിപ്പോ എന്താ പ്രശ്നം, നമുക്ക് ഇതാക്കാലോ സെറ്റാക്കാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോ ഇനിയും നിങ്ങളെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ഇൻഷാല്ലാ. ചെറുതായിട്ട് നേരത്തെ ക്ലാസ് തുടങ്ങും. അപ്പോ എനിക്ക് പറ്റുമോന്നൊന്നും അറിയൂല. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. മാം താങ്ക് യു. ഇൻഷാല്ലാ ഇൻഷാല്ലാ. താങ്ക് യു. അടുത്ത ആഹായ അറ്റൻഡ് ചെയ്ത പോലത്തെ ഇവന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇൻഫോം ചെയ്യും, ഗ്രൂപ്പിൽ വരും. താങ്ക് യു. താങ്ക് യു ഹന്ന. അടുത്ത വീക്കിലും വരിക. ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഉണ്ട് ഇതുണ്ടാവുക 8:30. ഇപ്പൊ മുന്നേ നടന്ന ക്ലാസ്സിന്റെ ഒക്കെ റെക്കോർഡിംഗ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അഫ്സൽ മാജിദ് ഓക്കെ. എന്നുള്ള ചാനലിൽ ഉണ്ടാവും. ഗ്രൂപ്പിൽ വരൂ കേട്ടോ. ആ ഓക്കെ. താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു? ഫീഡ്ബാക്കോ സജഷനോ നിങ്ങളുടെ ഡൗട്ട്സോ? ഹലോ. ഹായ്, ശ്രീവർഷ മെമ്പറിനുള്ള നമ്മൾ സ്ഥിരം പാർട്ടിസിപ്പന്റ് ആണ്. യെസ് യെസ്, അത് ഞാൻ എന്തെങ്കിലും പറയാണ്ടിരുന്ന എനിക്ക് ഒരു ഇതുണ്ടാവില്ല. അപ്പൊ ആരൊക്കെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണതിന്റെ മിഡിൽ ഞാൻ ഒന്നും വേണ്ടിയില്ല. അപ്പം നല്ല സെഷൻ ആയിരുന്നു. മാമിനെ കാണാൻ നല്ല പ്ലസന്റ് ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നു. നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നു. ആൻഡ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്സ് ആയിരുന്നു മാം സംസാരിച്ചത് മൊത്തം. ഇപ്പോ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാരും ചോദിച്ചല്ലോ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇവരുടെ കൂടെ നിൽക്കുക. ഞാനിപ്പോ കുറച്ചായിട്ട് ഇവരുടെ കൂടെ ഉണ്ട്. ഓക്കെ, എല്ലാം പുതിയ പുതിയ ആൾക്കാരാണ്. ഞാൻ എപ്പോഴും വിചാരിച്ച എന്താന്ന് വെച്ചാ പ്രസന്റേഷൻ സ്കിൽസ് എടുക്കുക എന്ന് പറഞ്ഞ ഒരു ഫ്ലോയിലല്ല, ഭയങ്കര പ്രിപ്പയർ ചെയ്ത് ഭയങ്കര എന്തൊക്കെയോ സംഭവങ്ങൾ എന്തൊക്കെയോ ആക്കിയെടുത്ത് എന്തൊക്കെയോ ചെയ്യണമെന്നായിരുന്നു ട്രെയിനിങ് സെഷൻസ് ഇവരുടെ അറ്റൻഡ് ചെയ്യണതിന് മുമ്പ് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇവിടെ വരുന്ന എല്ലാ സ്പീക്കേഴ്സും ഫ്രം ദി ഹാർട്ട് വിത്തിൻ ദ നോളേജ് ഭയങ്കര ഓപ്പൺ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര നമുക്ക് എന്തോ ഭയങ്കര പ്ലസന്റ് ആയി നമ്മളെ വീട്ടിലുള്ള ഏതോ മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ ഫേവറേറ്റ് ടോപ്പിക്സ് സംസാരിക്കുന്നു. അപ്പോ എല്ലാവരോടും എനിക്കിവിടെ കൺഫ്യൂഷൻസ് ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഗ്രോത്ത് എക്സൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ആ കൺഫ്യൂഷന്റെ പാർട്ടായിട്ട്. ഇപ്പൊ ഈ ഫ്രീ സെഷൻസും ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോ സബിക മാമിനെയും എനിക്ക് സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇറ്റ് വാസ് വണ്ടർഫുൾ ആൻഡ് യുവർ ഫ്ലോ വാസ് റിയലി എക്സലന്റ്. റിയലി കുറച്ച് ടോപ്പിക്സ് ഒക്കെ മാറി 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 പോയാലും ആ ഒരു പ്രസന്റ് ടെൻസിൽ അല്ലെങ്കിൽ പോലും കേട്ടിരിക്കാനും കണ്ടിരിക്കാനും നല്ല സുഖമായിട്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളായിരുന്നു എല്ലാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു ശ്രീവർഷ മാം. ഗ്രോത്തെക്സിൽ നമ്മൾ സാബിക്ക മാം ഉണ്ട് കേട്ടോ. അടുത്ത സ്റ്റുഡന്റ് ആണ് ആളെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിലുണ്ട് ആള്. എന്തായാലും ഒരു താങ്ക് യു. കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഞാനും ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത്ര മിസ്സിനൊക്കെ അറിയാം, അത്ര ഇതൊന്നല്ലായിരുന്നു. ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള സംസാരിക്കാൻ പേടിയുള്ള ഒരാളാണ്. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ പറയും, നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മളെ മൈൻഡുള്ളത് പറയാം. അപ്പൊ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോ അങ്ങനെ ആയി പോവും. ഇൻഷാ അല്ലാ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് പറയാൻ? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്തെങ്കിലും ഡൗട്ടോ? നമ്മളെ ഖാദർ സാറിനെ ഹസീന മാമിനൊക്കെ കണ്ടിരുന്നു. അപ്പൊ ആരെങ്കിലും ഉണ്ടായിരുന്നു? സഫ മാം അതുപോലെ ലെഫ്റ്റ്. വലൈക്കും അസ്സലാം. ഹസീന മാം പറഞ്ഞു. ആ നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ച് ബഹളമൊക്കെ ആയി. കുറച്ചേ കേട്ടോളൂ. ഓ പക്ഷെ നല്ല നന്നായി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. ഞാൻ അതായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ മനസ്സിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് കേട്ടല്ലോ. അപ്പൊ ഞാൻ അതാണ് നോക്കിയത്. എന്തായാലും നല്ല മാറ്റമുണ്ട്. ഓക്കെ, ഇനി സെറ്റായി. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് പണ്ട് നടന്നതല്ലേ, ഇത് നമ്മൾ ഇതിനു മുമ്പ് അനുഭവിച്ചല്ലേ എന്നൊക്കെ തോന്നണതൊക്കെ മനസ്സിന്റെ തന്നെയാണ് അല്ലേ. അത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോ ചിലർക്ക് എല്ലാവരുടെയും ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമല്ലോ. അപ്പൊ ചിലപ്പോ യൂണിവേഴ്സിനെ പറയുമ്പോ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ ആ പ്രശ്നം മാറുമല്ലോ. അപ്പൊ എല്ലാവരും യൂണിവേഴ്സ് തന്നെ പറയണമെന്നില്ല. മാനിഫെസ്റ്റേഷൻ ഇപ്പൊ ഒരുപാട് എവിടെ കേട്ടാലും അതല്ലേ ഉള്ളൂ. അപ്പൊ അവരവര് ആ രീതിക്ക് ആ സമയം അങ്ങ് ചിന്തിച്ചാ മതി. അപ്പൊ ആ പ്രശ്നം വരൂലല്ലോ അല്ലേ. അതെ അവര് പൊതുവില് അത് പറയുമ്പോ നമ്മള് നമ്മുടേതായ രീതിയിൽ അവർക്ക് കംഫർട്ടായ ദൈവത്തിനെ അങ്ങ് വിളിക്കുക. ദൈവം തരാതെ ഒന്നുമില്ലല്ലോ. അപ്പൊ അതെ അതങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സംശയം അങ്ങ് മാറും. അല്ലാതെ മനസ്സിൽ തോന്നണ മാത്രമായിരിക്കൂല ശരി. നമ്മള്
നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ ഭൂമിയിൽ വന്നത്, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല തിരിച്ചു പോണത്. ഇതൊന്നും നമ്മളെ കയ്യിലല്ലല്ലോ, അല്ലേ? മനുഷ്യന് 3 സമയമുണ്ട് ഭൂമിയില് ജനിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മളെല്ലാരും ഭയങ്കരമായിട്ട് ആദരിക്കുന്ന ഒരു ദിവസം, പിന്നെ ഈ ഒരു ജീവിതത്തിലല്ലേ, പിന്നെ ഒരു ഭയങ്കരമായിട്ട് എല്ലാരും കെയർ ചെയ്യുന്ന ഒരു ദിവസമാണ് ഒരു വിവാഹം കഴിഞ്ഞിട്ടുള്ള, അല്ലേ? അത് കഴിഞ്ഞിട്ടൊരു മരണം കഴിഞ്ഞിട്ടൊരു ദിവസം ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് രണ്ടും എല്ലാവർക്കും അറിയാം. പ്രസവിച്ചുകൊണ്ട് പറഞ്ഞ കുഞ്ഞിന്റെ ആദ്യത്തെ ദിവസം, പിന്നെ അതുപോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസം, അല്ലെ? അപ്പൊ അപ്പോഴൊക്കെ, പക്ഷെ ഈ മരണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസത്തെ കുറിച്ച് ആരും അങ്ങനെ ചിന്തയും. അതുപോലെ ഓരോരോ മനസ്സിന്റെ അതൊക്കെ പറയുമ്പോൾ മനസ്സ് അങ്ങനെയൊക്കെ ഉണ്ടാന്ന് കുറെ വരും. അപ്പൊ അതൊക്കെ ഓരോരോ എന്തായാലും മനസ്സിന്റെ കാര്യം പെട്ടെന്നൊന്നും പിടിച്ചാൽ കിട്ടൂല. ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെയോ നമ്മൾ പോവും. അത് സാബിക്ക് എന്തായാലും കൊണ്ട് എത്തിച്ചു അതില്. താങ്ക് യു. ഇതുവരെ ടീംമേറ്റ്സ് ആണ് കേട്ടോ. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയണം. അതാണ് ഞങ്ങൾ ഇത്ര സ്വാതന്ത്ര്യമായിട്ട് പറഞ്ഞത്. വേറെ അതെ ആരും അതെ, ഒന്നും വിചാരിക്കണ്ട. അറിയില്ലല്ലോ. ഇവര് നമ്മളെ യുണീക്ക് എക്സ് എന്നുള്ള ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ രണ്ടുപേരും ഒരേ ബാച്ചിലായിരുന്നു. ഹസീന മാം സെഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ക്ലാസ്സിൻ്റെ ഇത് കാണാൻ പറ്റും. ഹസീന മാം എടുത്തതായിരുന്നു. ഖുറാനിൻ്റെ ഒക്കെ ആയിട്ട് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. ഒരു അറ്റൻഡ് ചെയ്ത് സാബിക്ക മാം സ്ക്രീന് കാണുന്നുണ്ടോ? ഉണ്ടില്ല. നമ്മൾ അടുത്ത ബാച്ച് വരുന്നുണ്ട് കേട്ടോ. ഒക്കേഷനിൽ രണ്ടുപേരും ഒന്നിച്ച് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞാണ്. ഇൻഷാല്ല മറ്റന്നാളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കുറേ ആൾക്കാരുള്ള ഒരു പ്രോഗ്രാം ഒന്നുമില്ല കേട്ടോ. ഒരു ബാച്ചിൽ നമ്മൾ 15 to 20 ഒക്കെയാണ്. ഈ ബാച്ചിൽ ഇപ്പോൾ 15 ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നമുക്ക് അല്ലാത്തൊരു ഇവന്റ് വരുമ്പോൾ ഇത് നമുക്ക് എല്ലാവരും കൂടെ മാനേജ് ചെയ്ത് പോകാന്നുള്ള ടാസ്ക് ആവുമല്ലോ. നമ്മൾ ഇതിന്റെ വീട് കുറച്ചുകൂടെ കുറേ കാര്യങ്ങൾ 2 മാസം കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 ബാച്ച് കഴിഞ്ഞു. അവരുടെ സ്റ്റുഡൻസിന്റെ ഫോട്ടോ ആണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ. സൂം ചെയ്യാൻ പറ്റിണ്ടാവില്ല. പറ്റിയിട്ടില്ല. 2 ബാച്ച് കഴിഞ്ഞു. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് ബാച്ചും ഇൻഷാല്ല, സെക്കൻഡ് ബാച്ചും അതുപോലെ ജനുവരിയിൽ ഇറങ്ങി. ഇൻഷാല്ല തേർഡ് ബാച്ച് മെയിൽ ഇറങ്ങും എന്നല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടുള്ള നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ആക്കാം കേട്ടോ. 2 month ഉള്ള കോഴ്സാണ്. ആഴ്ചയിൽ 3 ദിവസം ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒക്കെ വന്നിട്ട് ഇവിടെ ഇത് നമ്മളെ തന്നെ ചോദിക്കണമെന്നില്ല. ഗ്രൂപ്പിൽ ഇവരൊക്കെ നമ്പേഴ്സ് ഉണ്ട്, അവരെ കണക്ട് ചെയ്യാം. ഇവരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആണ്. സാബിക മാമിന്റെ പേജ് പറയാൻ പറ്റുമോ കേട്ടോ? സാബിക അഫ്സൽ എന്നാണ് പേര് വരുന്നത്. ആർക്കെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ കണക്ട് ചെയ്യണമെങ്കിൽ ആക്കാലോ. നജീബ മാം ലീവ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. കണക്ട് ആളൊരു ഓതറും കൂടെയാണ് കേട്ടോ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയും മറന്നൊരു കാര്യമായിരുന്നു. എഴുത്തുകാരും കൂടെയാണ്. നല്ല രീതിക്ക് സാഹിത്യവും എല്ലാം അടിപൊളി ഷെയറൊക്കെ ചെയ്തെന്നാണ്. താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടായിരുന്നോ? ഫീഡ്ബാക്ക് പറയാനോ സജഷനോ എന്തെങ്കിലും ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് സെഷൻ നല്ല വൈൻഡപ്പ് ചെയ്താലോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനില്ലെങ്കിൽ ഖാദർ സർ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളോ? നിസാർ സർ, ജുമൈല മാം, നുസൈബ മാം, ഇബ്രാഹിം സർ, ഉനീസ് സർ. കുറച്ച് ലേറ്റ് ആയി നടക്കില്ല. എത്തി, അതാണ് ഒന്നും പറയാത്ത. കുറച്ച് ലേറ്റ് ആയി പോയിന് എത്താൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നലെ ഉണ്ട്, ഇന്നലെ പിള്ളേർ. ഓക്കെ ശരി. വേറെ ആർക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല വൈൻഡപ്പ് ചെയ്താലോ? നല്ല ലൈവ് പ്രോഗ്രാം എപ്പോഴാണ് നടക്കല്? ലൈവ് ഓഫ്ലൈൻ ആയിട്ടുള്ള ഇവന്റ്സ് ആണോ? ഓഫ്ലൈൻ. ഇനി ഇൻഷാല്ല നമുക്കൊന്ന് മെയിൽ വരുന്നുണ്ട്. മെയിൽ അതിങ്ങനെ ഡിസ്കഷനിലാണ്. ഒരു യുണീക്നെസ് ഫെസ്റ്റ് പറഞ്ഞിട്ട് നമ്മളെ ടീം ചെയ്യലുണ്ട്. ഓരോ ഇവന്റ് 6ാമത്തെ എഡിഷൻ ആണ് വരുന്നത്. ഡേറ്റ് 17-ാം തീയതിയാണ്. കൺഫേം ആയിട്ടില്ല. എന്തെങ്കിലും ഇൻഫോം ചെയ്യും. ഗുരു സാറ് ഗ്രൂപ്പില്ലേ ഷെയർ സാറ്? ഉണ്ട്. ഓക്കെ. അവിടെ പോസ്റ്റർ ഒക്കെ വരും കേട്ടോ. അപ്പം എന്തെല്ലാം അറിയിക്കും ഇൻഷാല്ല. വേറെ ഒന്നും ആർക്കൊന്നും ഇല്ലെങ്കിൽ നമുക്കെന്നാ എൻഡ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു. ഇൻഷാല്ല അടുത്ത ശനിയാഴ്ച ഇതുപോലെ ഇട്ടിരിക്കും. നമുക്ക് യൂണിക് ടോക്കിൽ പുതിയ ടോപ്പിക് ആയിട്ട് കണ്ടെത്താം. സാബിക്കാൻ എന്തെങ്കിലും സജഷനോ ഒന്നും ഇല്ലായിരുന്നല്ലോ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളതൊന്നും? താങ്ക് യു സോ മച്ച്. ഇതുവരെ കേട്ടിരുന്നതിനും നല്ല നല്ല ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവരോടും താങ്ക് യു. താങ്ക് യു. ഓക്കെ, ലെഫ്റ്റ് ചെയ്തോളൂ എല്ലാവരും.